ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ ശുശ്രൂഷ എപ്പോഴും കർത്താവിൽ തന്നെ, നമ്മുടെ ആഗ്രഹവും എപ്പോഴും നമ്മുടെ കർത്താവിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എപ്പോഴും ശുഭവും സുഖവുമായിരിക്കുന്നത് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ്. ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ വാക്കുകളെ പാടി, പാട്ടുകളെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ, ഹല്ലേലൂയ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവ തന്നെ എൻ്റെ ആഗ്രഹം. ആമേൻ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് എൻ്റെ ആഗ്രഹം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു ചെല്ലും ഞാൻ. പാട്ടുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല, ആമേൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു നേർക്കനാളിലും. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും. തൻ സ്നേഹം ചൊല്ലുവാൻ പോരവാക്കുകൾ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ, ആമേൻ, വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ, വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വൻതിര പോലൊരു ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലിൽ എല്ലാം മാറിടും. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ആമേൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ വന്നത്, ആമേൻ, ഹല്ലേലൂയ, അത് ഏറ്റവും നന്നായി കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയ വലിയൊരു വ്യക്തിയാണ് നമുക്കറിയാം അബ്രഹാം. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു നന്മ ലഭിച്ചപ്പോൾ ആ നന്മയോടുകൂടി ഇതെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചില്ല. ആ തന്ന നന്മയിലും ഏറ്റവും മനോഹരമായിട്ട് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു, ഏറ്റവും നന്നായി ആരാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വന്നോട്ടെ, പ്രയാസങ്ങളൊക്കെ വന്നോട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ഈ ആലയത്തിലൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ അതില്ല എങ്കിൽ
ക്രിസ്തു നമ്മളിൽ ഉരുവായിട്ടില്ല. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉള്ളത് അത് ക്രിസ്തു ഉള്ളപ്പോൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതല്ലാത്ത സമയത്ത് ഒരിക്കലും ക്രിസ്തുവില്ലാത്തവരുടെ ഇടയിലും ക്രിസ്തുവിനെ ധരിക്കാത്തവരുടെ ഇടയിലും ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവരുടെ ഇടയിലും ഇതൊന്നും ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ മോഹങ്ങളിലൊക്കെ അവർ പോകും. പക്ഷെ നമുക്ക് ഒരു പ്രത്യാശ നിറഞ്ഞ ജീവിതമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ചേർന്ന് എൻ പ്രിയൻ എന്നെ വാലങ്കരം പിടിച്ച് എന്നെ നടത്തുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നൃത്തത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. എൻ പ്രിയൻ വാലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വാലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്ദനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്ദനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാർ തിരച്ചാലെതിരായി പിന്നിപ്പൻ വൈരി പിന്നമിച്ചാൽ. മുൻപിൽ ചെങ്കടലാർ തിരച്ചാലെതിരായി പിന്നിപ്പൻ വൈരി പിന്നമിച്ചാൽ. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശത്രുവിനെ പോൽ വിധപ്പെട്ടാൽ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശത്രുവിനെ പോൽ വിധപ്പെട്ടാൽ. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി എന്നിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലേ പോൽ വിധപ്പെട്ടാൽ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലേ പോൽ വിധപ്പെട്ടാൽ. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എഴുത്തു തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും
നടത്തിയാലും കാക്കയും വരവും നിന്നിടിലും സാരാപത്തോരുത്തി എളിയാവെ പോറ്റിയ എൻ പ്രിയനെന്നെയും കൂട്ടിക്കൊള്ളും സാരാപത്തോരുത്തി എളിയാവെ പോറ്റിയ എൻ പ്രിയനെന്നെയും കൂട്ടിക്കൊള്ളും പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ മാനവധി വന്നിടിലും എൻ കാതൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാതൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തരേശു കൈവിടില്ല മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തരേശു കൈവിടില്ല എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുവേളയെ മഹത്വത്തിൽ എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുവേളയെ മഹത്വത്തിൽ പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും മാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. കഥാപത്രക്ക് ഇവിടെ വന്ന എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരട്ടെ. എല്ലാ കർത്താവ് ജോലി ഭാരത്തിൽ രാവിലെ മുതൽ ഈ നിമിഷം വരെ ജോലിയെടുത്ത് ഭാരത്താൽ എല്ലാവിധമായ ആകുല ചിന്തകളൊക്കെ ഭാരപ്പെട്ട് വന്നവരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അനേകരും കർത്താവേ അതുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെല്ലാം ശാന്തമായി തീരുവാൻ, എല്ലാ മനസ്സുകളൊക്കെ ശാന്തമായി തീരുവാൻ ഞാൻ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കുന്നു. അതിന് പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളെയും കർത്താവെ സ്പർശിക്കട്ടെ. എല്ലാ ഹൃദയത്തോടും ഇടപെടട്ടെ. ഹൃദയം നല്ല നിലമാക്കി മാറ്റട്ടെ. കേൾക്കുന്ന വചനങ്ങൾ 100 പേനി വിളയുന്ന നിലമാക്കി മാറ്റി അതിൽ കർത്താവേ അതിൽ വിളയുവാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും സമർപ്പിക്കുന്നു. നാവുകളുടെ കൂടിയിരിക്കണം. ഹൃദയത്തെ ചിന്തകളെയും ഒക്കെ സൂക്ഷിപ്പാൻ അവിടെ കരകളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന കൃപക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വേൾഡിനെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചത് ഒരു വാക്ക് ചേർത്തെന്ന് പറഞ്ഞേക്കട്ടെ. വേൾഡ് എന്ന് പറഞ്ഞാൽ, ലോകമെന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൽ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന സംഘടിതപരമായി ഒരു സാമ്രാജ്യം കെട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് ലോകം. ഒരു പിശാച് സാത്താൻ വീണുപോയ, നമുക്കറിയാം, വീണുപോയ 33.33 ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവർ ഈ ഭൂമി സർവ്വഭൂമിയും യഹോവയുടേതാണെന്ന് വേദോസം പഠിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സർവ്വഭൂമിയും യഹോവയുടേത്. 262 രാജ്യങ്ങളും നമ്മുടെ കർത്താവിൻ്റെ മാത്രമാണ്. എന്നാൽ ഇതിനകത്ത് സംഘടിതപരമായ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് സാത്താൻ്റെ പദ്ധതി. അതിൻ്റെ പേരാണ് ലോകമെന്ന് പറയുന്നത്. അങ്ങനെ ആ ലോകം കാണിച്ചാണ്, ആ ലോകത്തിലൂടെയാണ് മാനവരാശിയെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകും. അത് നല്ല വാക്യം. അവൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവൻ ആ ലോകത്തിലെ പഠിക്കുക. നമ്മൾ ലോകത്തിലെ 3 കാര്യങ്ങളിലൂടെ ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാപം എന്ന് പറയുന്ന 3 കാര്യങ്ങളിലൂടെ നമ്മെ അവൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. അത് നമ്മൾ വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ ഏതാണെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് വളരെ വിശ്വാസികൾക്ക് ഏറ്റവും ചതിക്കപ്പെട്ടു പോകുന്നത് ഈ ലോകമെന്ന് പറയുന്ന ഈ 3 കാര്യത്തിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഒരുപാട് കാര്യമുണ്ട്, വേറെ പഠിക്കും നമ്മൾ. അതിലൂടെയാണ് പിശാച് നമ്മെ ചതിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ശതമാനം വിശ്വാസികളും ഈ പെട്ടിരിക്കുക എന്ന് പറയും, നമ്മുടെ നാട്ടുഭാഷ പറയാം, പെട്ടിരിക്കുക. അറിയാതെ ലോകമകത്ത് കടന്നുകൂടിയിരിക്കുക. ആ ലോകം ഏതാണ് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അനേകരും ഇടറി വീണുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. അതുകൊണ്ട് പൗലോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ദേമാസ് നമ്മളെ വിട്ടുപോയി. അങ്ങനെ പറയാൻ കാരണം അവനോട് കൂടി കൂടിയാൽ നീ ഈ ലോകത്തെ സ്നേഹിച്ചു പോകും. ഞാൻ പലർത്തം മനസ്സിലാവുന്നുണ്ടോ? അത് വ്യക്തമായി എടുത്ത് പറയുന്നത്. അവൻ നമ്മളെ വിട്ട് ലോകത്തിൻ്റെ പുറകെ പോയിരിക്കുക. അവൻ്റെ കൂടെ കൂട്ടുകൂടിയാൽ എന്ത് പറ്റും? നമ്മൾ വിടറിപ്പോകാനിടയുണ്ട്. ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കണം എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ലോകം വല്ലാത്തൊരു വിഷയമാണ്. നമ്മൾ ഒരുപാടൊന്നും ആഴത്തിൽ പോകത്തില്ല. നമ്മൾ കർത്താവ് കരുതൽ പോലെ മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. പഠിച്ചതാണ് നമ്മൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നമ്മെ പകക്കും. നമ്മൾ ലോകക്കാരല്ല, നമ്മളെ ലോകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയാണല്ലോ.
അല്ലേ? നമ്മൾ ലോകത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവൻ പണ്ട് ഭൂമിയിൽ ജീവിച്ചു, അവൻ്റെ പേരെ കർത്താവ്, അല്ലേ? അവൻ ലോകക്കാരനല്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ലോകം നിങ്ങളെ പകക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ, അവിടെ ഒരു ഇതുണ്ട്, എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ഇന്ന് എല്ലാവരും നമ്മളെ വെറുക്കുന്നു, എല്ലാവരും നമ്മളെ തിന്മ പറയുന്നു, കളവായി പറയുന്നു. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇല്ല, എല്ലാവരും നിന്ദിക്കപ്പെടുന്നില്ല. ആരും ഇവിടെ എപ്പോഴും നല്ല പുകഴ്ച കിട്ടുന്ന ആരും ഇവിടെ ഇതിനകത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആരോ ഇപ്പോഴാണ് പറഞ്ഞോളേ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് അത് പറഞ്ഞതുപോലെ. അതാ ഒരിക്കലുമില്ല. നമ്മൾ ലോകക്കാരല്ലെങ്കിൽ ലോകം, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ, നമ്മെ സ്നേഹിച്ചിരിക്കും. എന്നാൽ നാം ലോകക്കാരനല്ല. ഞാൻ വാക്കുകൾ ക്ലിയറാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം പകയ്ക്കും. നമ്മുടെ നന്മകളൊക്കെ, ലോകം തരുന്ന നന്മകളൊക്കെ നമുക്ക് എന്താ പറയുക, തടയിട്ട് വെക്കും. തടയിട്ടാന്നൊക്കെ അറിയില്ലേ, നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കും. ഹല്ലേലൂയ. അവിടെ പോയി യേശുനാമത്തിൽ പോകട്ടെ എന്ന് പറഞ്ഞാലൊന്നും ഒരുപക്ഷെ പോകത്തില്ലത്. അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കും നമ്മൾ. ഇന്ന് എല്ലാവരും യേശുവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കുന്നു എന്ന് എന്തുകൊണ്ടാണെന്നൊക്കെ ഈ ക്ലാസ്സിൽ വരുന്നുണ്ട്. നമുക്ക് അടുത്ത വരുന്ന ദിവസങ്ങളൊക്കെ അത് പഠിക്കും എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഈ ലോകം നമ്മെ നിന്ദിക്കും, പരിഹസിക്കും, ആട്ടും തുപ്പുമ്പോൾ നിങ്ങൾ ഓർത്തേക്കണം, നമ്മൾ ദൈവത്തിന് സ്വന്തം വാക്കാരാണ്. ഹല്ലേലൂയ. അതോ ഈ ഒരു കാര്യം നമ്മുടെ ആഴത്തിലേക്ക് പതിഞ്ഞ അകത്തേക്ക് ഇറങ്ങണം, നമ്മുടെ ഹൃദയത്തിലേക്ക്. എങ്കിൽ അതിൻ്റെ ഫലം, അതിൻ്റെ വേരുകൾ ആഴത്തിൽ മുളച്ച് ആ പടുവൃക്ഷമായി നമ്മുടെ ഹൃദയത്തിൽ വീഴും. ആര് ലോകത്തിലെ നമുക്ക് ആരെന്ത് നിന്ദിച്ചാലും പരിഹസിച്ചാലും നമുക്ക് ഒരു കുലുക്കമുണ്ടാകത്തില്ല. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. നമുക്ക് ഈ ലോകത്തിൽ വെറുതെ വഴിപോക്കൻ മാത്രമേ ഉള്ളൂ, വെറും വഴിപോക്കൻ നമ്മളൊക്കെ. അതാ പരദേശികളെന്ന് നമ്മളെ വിളിക്കുന്നത്. പരദേശികൾക്ക് ഈ റോഡ് വൈറ്റ്ല ജംഗ്ഷൻ കാണാം, എടപ്പള്ളി ലൂലു മാൾഡ ജംഗ്ഷന് തൊട്ട് ഇപ്പുറത്ത് ആ വഴിയിലൊക്കെ ഈ മുത്തുകൾ വിൽക്കുന്ന ഒരാളുണ്ട്. ഞങ്ങൾ ആന്ധ്രയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെ കോളനി ഞങ്ങൾ ഒട്ടനവധി പ്രാവശ്യം പോയിട്ടുണ്ട്, സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഈ മുത്തുകളൊക്കെ വിൽക്കാൻ ഇറങ്ങും. അവർ ആമേനൊക്കെ കഴിക്കത്തുള്ളൂ, ആമയെന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ കഴിക്കത്തുള്ളൂ. പേര് ഞാൻ മറന്നുപോയി, എൻ്റെ നല്ല ഓർമ്മ. ഞാൻ ഒരുപാട് വർഷങ്ങൾ റെനിഗുണ്ട ആന്ധ്രക്കട ആ സൈഡൊക്കെ ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തപ്പോൾ ഇവരുടെ ഇടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വൈകിട്ടായ ഫുൾ തണ്ണി, വൈകിട്ട് വേണ്ട, രാവിലെ മുതലേ പെണ്ണുങ്ങൾ സഹോദരിമാരും ഫുൾ തണ്ണികളാണ്. അവർ പരദേശികളാണ്. അവരൊരിക്കൽ പോലും ഒരു ഭവനം വെച്ചാട്ട് വിടില്ല. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഇവിടെ പാല് വിൽക്കാൻ വന്നവർ ഇപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തൊക്കെ വീട് വെച്ചു. ഒരു ഹിന്ദിക്കാർ ഞങ്ങളുടെ വീടിനടുത്ത് 3 സെന്റ് സ്ഥലം മേടിച്ച് വീട് വെച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ അവരിപ്പോൾ ഇത് സ്വന്തം വകയായവർ. പക്ഷെ അവർക്ക് വീടില്ല. അവർ ഇവിടം വിട്ട പോലീസ് ഇറക്കി വിട്ടാൽ വേറെ എവിടേക്ക് പോയി താമസിക്കും. ഇതുപോലെ തന്നെ നമ്മൾ അന്യ പരദേശികളുമാണ് ഈ ലോകത്തിൽ. ഹല്ലേലൂയ. നമുക്ക് സ്വന്തമായത് കാണാൻ പഠിക്കണം നമ്മൾ ആദ്യം. ഞാൻ ഈ പറയുന്നത് ഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ. വേദപുസ്തകം അതേ പഠിപ്പിക്കുന്നുള്ളൂ നമുക്ക്. ആ സ്വന്തമായത്, എന്നെ കാത്തൊരു പിതാവിരിക്കുന്നു, എൻ്റെ അപ്പൻ അവിടെ ഇരിക്കുക, അവൻ്റെ പുത്രനിലൂടെ എന്നെ വീണ്ടെടുത്തിരിക്കുക ലോകത്തിൽ നിന്ന്. ആയിരിക്കാതെ ലോകത്തെ തള്ളിക്കളഞ്ഞ് വെറുത്തുകൊണ്ട് ഈ ജീവിതം ഓടിത്തീർക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇതിൽ ഒടുക്കത്തിൽ ഒടുക്കം എന്ന് പറയുന്ന മരണമാണ്. നമ്മുടെ ആ മരണം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം കഴിഞ്ഞ് വിതിൻ സെക്കൻഡ് 3 സെക്കൻഡാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രിയം വെച്ച വീട്ടിൽ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തെ പഠിക്കാൻ ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങാം നമുക്ക്. അതുകൊണ്ട് ലോകം പകച്ചാലും വെറുത്താലും, ഹല്ലേലൂയ, നിന്ദിച്ചാലും പരിഹസിച്ചാലും, ഒരുപക്ഷെ കൂട്ടുവിശ്വാസികൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ പറയുന്നില്ലേ, പല ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയല്ല വന്നിരിക്കുന്നത്. ഈ ലോകത്തെ അറിയാതെ സ്നേഹിച്ചു പോകും നമ്മൾ. ലോകത്തിലെ കൺമോഹം, ജഡമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം അറിയാതെ കയറിപ്പോകും നമ്മുടെ അകത്തൊക്കെ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് കയറാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തരുടെയുമാണ്. ഹല്ലേലൂയ. അത് അവിടെയാണ് കൂട്ടായ്മയുടെ ബലം വരുന്നത്. ഇപ്പം എനിക്കൊരു ഇടർച്ച പറ്റിയാൽ അപ്പം കാണാൻ പറ്റും നിങ്ങൾക്ക്. കാരണം ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. രാത്രി 12 മണിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീട്ടിൽ പോയിക്കൊണ്ട് ഉറക്കമാണ്. നേരം വിളിക്കുമ്പോൾ പിന്നെ അവിടെ കാണത്തില്ല. 6 മണിക്കൂടെ പ്രയറുണ്ട്. വൈഫുമാർ അല്ലേ, വൈഫുങ്ങൾ അല്ലേ, മുഖം പോലും കാണുന്നില്ല. കാരണം കർത്താവിന് അവർ രാജ്യത്തിന് വേണ്ടി ഓടുകയാണ്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം അവർക്കും ആ പ്രതിഫലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ കർത്താവെ പ്രതിയെ ചെയ്യുന്നത്. അപ്പോൾ എന്തുമാകട്ടെ, മുന്നോട്ട് കടന്നു പോകുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവരല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ യജമാന്, നമ്മുടെ പിതാവിന്, നമ്മുടെ മണവാളിന് കിട്ടിയത് മുഴുവൻ ഇതാ: നിന്നയും പരിഹാസങ്ങളും മാട്ടും തുപ്പും, അവസാനം ക്രൂശ് മരണവും. അതിനപ്പുറത്തേക്ക് കർത്താവിന് കിട്ടിയോ? വല്ല പേരും പെരുമയും കിട്ടിയോ? രാജാവാക്കാൻ നോക്കുമ്പോൾ പറഞ്ഞ് ഞാനല്ലതൊക്കെ പറഞ്ഞ ഒഴിഞ്ഞു മാറി കാണാൻ നമ്മുടെ കർത്താവ്.
ഞാനല്ല ഇപ്പം, ഞാൻ ഈ കാലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, പക്ഷെ ഞാൻ രാജാവ് തന്നെയാണ്, അത് വേറെ കാര്യം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ എന്തുവാകട്ടെ, ആ യജമാന് കിട്ടിയതിന് അത്രയും നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഗുരുവിനെ പോൽ അവിടെ ഒരു വാക്ക് കാണാൻ പറ്റും, നമുക്ക് എത്ര വളർന്നാലും ഗുരുവിനെ പോലെ നമുക്ക് വരത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും, എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും. ദൈവത്തിൻ്റെ കൽപ്പനയെ നമ്മൾ പറഞ്ഞാൽ അത് സംഭവിക്കുകയും തന്നെ ചെയ്യും. അടുത്ത് നാം പഠിച്ച ഇത് പറയാൻ വേണ്ടി ഞാൻ എടുത്തത് വാക്യം 1 പത്രോസ് 4:13. വാക്യം മുകളിൽ നമ്മൾ പഠിച്ചതാ, ഒരു 2 തിമോഥെയോസ് 3:12 പഠിച്ചതാ. അന്ത്യോക്യയിലും ഇക്കോനിയിലും യൂത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവം കഷ്ടാനുഭവം കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിലെല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചതാ. ഇവിടെ ഞാൻ പറഞ്ഞ ജീവിതകാലം മുഴുവൻ കഷ്ടമല്ല, ജീവിതകാലം മുഴുവൻ കഷ്ടത്തിൽ കൂടി പോയിട്ട് അപ്പം നന്മ തന്ന് ദൈവത്തിന് നമ്മെ പരിശോധിക്കണ്ടേ? നന്മ കിട്ടുമ്പോൾ ദൈവത്തെ വിട്ടു പോകുമോ എന്ന് ദൈവത്തെ പരിശോധിക്കണ്ടേ? തിന്മ, ഞാൻ പറഞ്ഞ തിന്മ എന്നൊരു കഷ്ടമാണ് പറയുന്നത്. ആ വാക്ക് ആ കഷ്ടത്തിലൂടെ കടത്തി വിട്ട് കഷ്ടം വരുമ്പോൾ പിറുപിറുക്കോന്നറിയാൻ വേണ്ടിയാ, നന്മ വരുമ്പോൾ അവനെ തള്ളിപ്പറയുമെന്നറിയാൻ വേണ്ടി. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടെന്നേ. നന്മയും തിന്മയും ഞാൻ വാക്കുപയോഗിക്കുക, മനസ്സിലാക്കി കാണും നിങ്ങൾക്ക്. ആ താഴ്ചയും ഉയർച്ചയും വീഴ്ചയും അല്ലേ, പലപ്പോഴും വീണിട്ടുണ്ട്. എത്ര ആത്മീയത്തിൽ വീണിട്ടുണ്ട് നമ്മളൊക്കെ, അത്ര വലിയ പുണ്യാളം മറന്നില്ല ഇവിടെ അല്ലേ, ആത്മീയമായി വീണിട്ടുണ്ട് പലവട്ടം എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുക നമ്മൾ. എന്നാലും കർത്താവ് പറഞ്ഞ വാക്ക് എന്താ? ഞാൻ നിനക്ക് വിടുവിച്ചിരിക്കും. അതവൻ്റെ വാക്കാ. ഹല്ലേലൂയ, അവൻ്റെ വാക്കാ. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് എല്ലാവരും ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിനായി മുതിർന്നു വരും. എന്നെ വാക്ക് പിന്നീട് എവിടെയോ എഴുതിച്ചിട്ടുണ്ട്, പിന്നെ എടുക്കും. ഓക്കെ, തൊട്ട് താഴെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ 2 തിമോഥെയോസ് 4:12 4:13 അത് 3-ന്റെ അല്ലല്ലോ, 4-ല്ലേ? 4 തെറ്റിപ്പോയി, 3 സോറി. ഓക്കെ, എന്തുമാവട്ടെ അവിടെ. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം എന്തുണ്ടാകും? ഉപദ്രവം. ഇത് കർത്താവ് പറഞ്ഞ വാക്യമാണ്. ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നവരും. ISV വേഷം ഞാൻ പല വേഷം പഠിച്ചു നോക്കിയപ്പോൾ അതിൽ ISVയുടെ മലയാളം ട്രാൻസ്ലേഷൻ പഠിച്ചാൽ ദുഷ്ടനും അന്യരെ വഞ്ചിക്കുന്നവരും മേലാൽ കൂടുതൽ ദോഷന്മാരായിത്തീരും. അവൻ അന്യരെ വിഡ്ഢികളാക്കുമെങ്കിലും അവർ തങ്ങളെ തന്നെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കുറേ കാര്യങ്ങൾ പറഞ്ഞു വരിക. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ലോകത്തിൽ വഞ്ചിക്കുന്നവരും നമ്മൾ ഇവിടെ അദ്ദേഹത്തെ പറഞ്ഞ വാക്ക്, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട്. ഇപ്പം ദുഷ്ടമനുഷ്യരെ നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവിനെ വേണ്ട, അവർക്ക് ഈ ലോകത്തെ നന്മ മതി. ഈ 1 Corinthians 15:19 പറയുന്നു, ഇഹലോകത്തിലേക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവർ. അങ്ങനെയുള്ള കൂട്ടർ നമ്മുടെ ലോകത്തിലുണ്ട്, ആത്മീയകുളത്തിലുണ്ട്. പൊതുവായ ആത്മീയകുളത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് നന്മ മാത്രം മതി ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അവർ കണ്ടത് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ കിട്ടുമെന്ന. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഒരു ദിവസങ്ങളിൽ പഠിപ്പിക്കും എന്താണെന്ന്. അത് ലോകത്തിൻ്റെ വേറൊരു സമ്പ്രദായമാണത്. നമ്മളെ കബളിപ്പിച്ച് ലോകത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ ക്രിസ്തീയ മാർഗം മാറ്റിക്കളഞ്ഞ് സഭയുള്ളതുപോലെ വേണ്ടി സംസാരിക്കും. അപ്പോൾ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. കാരണം അവർക്ക് ഒന്നേ ഉള്ളൂ, അവർ വീണമെന്ന് അവർക്ക് മനസ്സറിയാം. അവർ ഒരാൾ വീണാൽ മറ്റുള്ളവരെയും കൂടി വീഴ്ത്തിക്കളയും. സിസ്റ്റം മനസ്സിലാക്കണം നിങ്ങൾ. ഒരാൾ വീണ എന്തിനും അറിയാമോ? ഇത് എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? കാണുന്നവരെല്ലാം മറിച്ച് കളയും. ആ വാക്ക് അവിടെ അപ്പോസ്തലന്മാർ ഉപയോഗിച്ച് മറിച്ച് കളയും നമ്മളെ. കാരണം അവർ ഓൾറെഡി പോയിരിക്കാൻ അവർക്കറിയാം. അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. കാരണം അവർ പാപത്തിന് ദാസനായിപ്പോയി, അടിമയായിപ്പോയി. ഇനി അവർ എത്ര വിചാരിച്ചാൽ പോലും പൊങ്ങി വരാൻ കഴിയുന്നില്ല അവർക്ക്. കാരണം മാനസാന്തരത്തിന് ഇടം കാണുന്നില്ല. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ദുഷ്ടമനുഷ്യര് മായാവികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നല്ല കപട വേഷക്കാരി എന്ന് വെച്ചാൽ മറ്റൊരുവിൻ്റെ വേഷം ധരിക്കുന്നവൻ. അതാ നല്ല വാക്ക്. വെള്ളയുടെ വേഷം ധരിക്കുക, ക്രിസ്തുവിൻ്റെ അല്ലേ വേഷം ധരിച്ചു വരുന്ന. അതുകൊണ്ട് മത്തായി 24:3 വാക്യം പറയുന്നു, എൻ്റെ നാമത്തിൽ അനേകർ വന്ന് നിങ്ങളെ തെറ്റിക്കും. വരുന്നത് ആരുടെ പേരില്ല? യേശുവിൻ്റെ നാമമാണ് ഉപയോഗിക്കുന്നത്. വചനം യേശുവിൻ്റെ നാമം തന്നെ, യേശുവിൻ്റെ വചനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവർ കപടവേഷക്കാരി. അതുകൊണ്ടാണ് മായാവികൾ എന്ന് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. ദുഷ്ടന്മാർ, അവർക്ക് എന്നും ദുഷ്ടത മാത്രമേ ഉള്ളൂ വായിൽ നിന്ന്, നന്മകൾ വരുന്നില്ല. കായിലും ഹാബേലും ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാം നമ്മൾ. സത്യത്തിൽ 2 പേരുടെ ഹൃദയം അതായത് കൊണ്ടാണ്. ഹാബേലിനോട് കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല.
ഹാബേലിനെ പോലെ ആകാൻ കയ്യിന് കഴിയില്ലേ? കഴിയും. പക്ഷേ അവിടെ അവൻ്റെ ഹൃദയം അവൻ തന്നെ പണിത് വെച്ചിരിക്കുക. എന്നോട് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞിരിക്കും, എന്നെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞിരിക്കും. അവനൊരു എന്താ പറയുക, ഒരു ഹൃദയം ഉണ്ടാക്കി വെച്ചിരിക്കുക. അകത്തുള്ള ഒരു വേറൊരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് അത് കർത്താവ് നമ്മോട് പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്. ക്രിസ്തുവിനെ മനസ്സ് കണ്ടറിഞ്ഞ് നമ്മൾ താഴ്മയോട് പഠിക്കുന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ പ്രീ ഓക്യുപ്പൈഡ് മൈൻഡ് തന്നെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ, ഇല്ലേ? ബാല്യം മുതലൊക്കെ എൻ്റെ അച്ഛൻ കൊച്ചി കോർപ്പറേഷനിലാണ്, ആദർശവാദിയായിരുന്നു. ഞാനൊക്കെ അതൊക്കെ കണ്ട് വളർന്ന ആളാ. പിന്നീട് എനിക്ക് മനസ്സിലായി, വചനം പഠിച്ചപ്പോൾ മനസ്സിലായി, അയ്യോ ഇതെന്നെ കൊണ്ടേ പോകത്തുള്ളൂ. എറണാകുളത്ത് ഏത് ഷോപ്പിൽ പോയാലും കസേര വലിച്ചിട്ട് ഞങ്ങൾക്ക് ഇരിക്കാനാണ്. അത്രയും അച്ഛൻ്റെ ബഹുമാനമാണ് കൊച്ചി കോർപ്പറേഷനിലായതുകൊണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലായി, എൻ്റെ കൂടെ ഒരു തങ്കമുത്തുണ്ട്, അറിയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തങ്കമുത്ത് ബ്രദർ. പുള്ളി എന്നേക്കാൾ കഷ്ടമാണ്. സ്ത്രീകളൊക്കെ മിണ്ടത്തില്ല, അതിലെ ആരുടെയും പൈസ മോഷ്ടിക്കത്തില്ല. പൈപ്പിൽ വെള്ളം പോയാൽ വാട്ടർ അതോറിറ്റി അവിടെ നിന്ന് ചീത്ത വിളിക്കും. പൈപ്പിൽ കൂടി വെള്ളം പോയാൽ അവിടെ നിന്ന് വാട്ടർ അതോറിറ്റി ചീത്ത വിളിക്കും. അത് ആദർശങ്ങളാണ് അതൊക്കെ. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഇത് പലപ്പോഴും നമുക്ക് അറിയാതെ പണ്ട് വെച്ച കാര്യങ്ങളകത്ത് കിടന്ന് നമ്മളെ ചതിച്ചു കളയുക. പലപ്പോഴും പഠിച്ചു വന്നപ്പോൾ നമുക്ക് ഓരോന്ന് മനസ്സിലായത് ഇനി ഒരുപാട് കിടക്കുക നമ്മുടെ അകത്ത്. ഞാൻ വിട്ടുപോകുന്നു. അപ്പം അതുകൊണ്ട് അവർ നമ്മെ വഞ്ചിക്കുകയും അവർ തന്നെ വഞ്ചിക്കപ്പെട്ടു പോകുകയാണ്. അതാണ് അറിയാത്തത്. അവർ തന്നെ വഞ്ചിക്കപ്പെട്ടു പോകുന്നു. എന്തുമാകട്ടെ, 2 തെസ്സലോനിക്ക ലേഖനം 2:11 നമ്മൾ പഠിച്ച വാക്യം പണ്ട് പഠിച്ചിട്ടുണ്ട്. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരുവാൻ. ദൈവം തന്നെ തള്ളിക്കളഞ്ഞ കേസാണ് അല്ലേ? അതുകൊണ്ട് പറയുന്നത് സത്യത്തെ നമ്മൾ ഏറ്റവും അധികം വചനത്തെ സ്നേഹിക്കാൻ പഠിക്കണം. കർത്താവിനെ ഉണ്ടോ നിങ്ങളെല്ലാവരും? വചനത്തെ സ്നേഹിക്കാൻ പഠിക്കണം. വചനത്തിനു വേണ്ടി ദാഹിക്കണം നമ്മൾ. എന്തുകൊണ്ടാണ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്? എൻ്റെ ബൈബിളിൽ ഒരു ദേവി ചായ എടുത്തപ്പോൾ കുറച്ച് ചായ വേണമെങ്കിൽ ഞാനന്ന് ഒരുപാട് ദേഷ്യപ്പെട്ടു. ബൈബിൾ എന്ന് വെച്ചാൽ ബൈബിൾ പുസ്തകമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പുസ്തകത്തെ സ്നേഹിച്ചതല്ല, പക്ഷേ ഒരു ആഗ്രഹം, വചനം, നമുക്ക് ആ വചനത്തോട് ഭയങ്കര ആഗ്രഹമാണ് നമുക്കത്. എൻ്റെ ബൈബിളിൽ കാണുമ്പോൾ അറിയാം, കുത്തും കുരയും വഴിയൊക്കെ ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. 2005 മുതൽ കേട്ടത് മുഴുവനും ആ ഓരോ ബൈബിൾ മാറുമ്പോൾ ആ ബൈബിളിലേക്ക് എഴുതി എല്ലാം ആ ഒരു പുസ്തകത്തിൽ വന്നിരിക്കുക. ഇന്നുമാകട്ടെ, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ വചനത്തെ സ്നേഹിക്കാൻ പഠിക്കുക. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇതുകൊണ്ട് ഇത്രയും കാര്യം ഞാൻ പറയാൻ വേണ്ടിയാ. അതുകൊണ്ട് ഈ ലോകം നമ്മെ നിന്ദിക്കും, പരിഹസിക്കും. ദുഷ്ടമനുഷ്യരൊക്കെ നമ്മളെ വഞ്ചിക്കാൻ വരും, വഞ്ചിക്കും. മായാവികളുമാണ് അവർ കപട വേഷധാരികൾ എഴുതി വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വേഷം ധരിച്ച് നമ്മുടെ മുമ്പിൽ വരും, നമ്മളെ നിന്ദിക്കും, നമ്മളെ മയക്കിക്കളയും, മയക്കും നമ്മളേക്ക്. അതാണ് പ്രശ്നം. ഇത്രയും ഞാൻ ഇത്രയും മാത്രം ഞാൻ പറയുക. വേഗത്തിൽ കുറച്ച് വാക്കുകളെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇവിടെയാ. ലൗകിക പുരുഷന്മാർക്ക് ലോകം അല്ല. ഒരു സെക്കൻഡ് കൂടെ ഉണ്ട്, ഞാൻ ഒരു വാക്യം കൂടെ അവിടെ എഴുതി വെച്ചിട്ടായിരുന്നു മുകളിൽ, അതും എടുത്തേക്കട്ടെ. ഇത് എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ് പ്രശ്നം? കുറേ സ്ലൈഡ് ഉള്ളതുകൊണ്ടേ. ഇവിടെ 1 പത്രോസ് 4:13 ഞാൻ അത് പറയാൻ വേണ്ടി എടുത്തു വെച്ചത്. 1 പത്രോസ് 4:13-14 അല്ലല്ലോ, 1 പത്രോസ് 4:13 ഇതന്നെ. ആ, ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ കുറച്ച് അടിച്ച് കയറ്റിയാണ് അങ്ങോട്ട് വചനം മാറിപ്പോയത്. ഇതന്നെയല്ലേ? ഓക്കെ. ആ, അടുത്തതും കൂടി 14. നോക്കി, ഇത്രയും മോളിൽ നമ്മൾ പഠിച്ചത് ഈ ലോകക്കാരല്ലാത്തതുകൊണ്ട് ലോകം നമ്മെ പകക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് വായിച്ചപ്പോൾ എനിക്ക് അതിനോട് ചേർക്കാൻ ഒരു ഇഷ്ടം തോന്നി ഈ വാക്യം. കാരണം അവിടെ 13 വാക്യം പറയാം, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും. കേട്ടില്ലേ? ഇതിനെ നമുക്ക് വേണമെങ്കിൽ അനുഗ്രഹം എന്നൊക്കെ വിളിച്ചാൽ കുഴപ്പമില്ല. ഈ കാറ് കിട്ടുന്നത്, വീട് തെറ്റുന്നത് അനുഗ്രഹം വേണമെങ്കിൽ വിളിച്ച് തെറ്റൊന്നുമില്ല. പക്ഷെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് അനുഗ്രഹം എന്ന് വിളിക്കാം. കാരണം ഈ അനുഗ്രഹം സ്വർഗത്തോളം വലിപ്പമുള്ളതാണ്, അവിടെ എത്തിപ്പെടുന്ന അനുഗ്രഹമാണ്. മറ്റതൊക്കെ ഇവിടെ അസ്തമിക്കും. അപ്പോൾ യഥാർത്ഥ അനുഗ്രഹം ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഹൃദയത്തോട് കർത്താവ് സ്പർശിച്ചപ്പോൾ അത് ഇവിടെ ചേർക്കണമെന്ന് എനിക്ക് തോന്നി എന്തായാലും. അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് കർത്താവ് പറഞ്ഞു ലോകക്കാരല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതുണ്ട്, കഷ്ടമുണ്ട്. അതുകൊണ്ട് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളണം. എന്നിട്ട് പറയുക നമ്മൾ അങ്ങനെ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കണം. എന്തുകൊണ്ട് സന്തോഷിക്കണം?
തൊട്ട് താഴെ അപ്പുറത്ത് എഴുതി വെച്ചിരിക്കുക, അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കാനിടവരും. കാഹളം ധരിക്കുമ്പോൾ എന്നൊക്കെ അവൻ്റെ പ്രത്യക്ഷതയിൽ, കാഹളം ധരിക്കുമ്പോൾ അവൻ്റെ പ്രത്യക്ഷതയിൽ അല്ലേ നമുക്ക് ഉല്ലസിച്ചാനന്ദിക്കാൻ കഴിയും. ഇവിടെ പിടിച്ചു വെക്കാൻ, ഇന്ന് രാത്രി ഒരു പക്ഷേ മരിച്ചു പോയാലും നമ്മളെ പാപം അല്ലെങ്കിൽ പാപം നമ്മളെ പിടിച്ചു വെക്കാൻ, മരണം നമ്മളെ പിടിച്ചു വെക്കാൻ നോക്കിയാലും അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ മരണം പോലും ലജ്ജിച്ചു പോകുന്ന നിമിഷമായിരിക്കും അത്, അല്ലേ? മരണം പോലും ലജ്ജിച്ചു പോകുന്ന നിമിഷം, ആ ശവപ്പറമ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ മണ്ണിൽ നിന്ന് കലർന്ന് ഉയർന്നു വരുന്ന ദിവസം. അതുകൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അത് വൃഥയല്ല എന്നറിഞ്ഞോളം, നിങ്ങൾ സന്തോഷിച്ചോളണം. മറ്റുള്ളവർ പറയും അതുകൊണ്ടാ അല്ലെങ്കിൽ അതുകൊണ്ടാ ഇതുകൊണ്ടാ എന്നൊക്കെ പലതും പറഞ്ഞേക്കാം. നേരത്തെ പറഞ്ഞില്ലേ, മായാവികളും ദുഷ്ടനും പലതും പറഞ്ഞേക്കാം നമ്മൾ നോക്കി. പക്ഷേ കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നുവെങ്കിൽ ഓർത്താൽ മതി, നിങ്ങൾ ലോക്കാരല്ല. പക്ഷേ അവിടെ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം, പിറുപിറുക്കരുത്, സന്തോഷിക്കാൻ പഠിക്കുന്നത്. എങ്ങനെ സന്തോഷിക്കാൻ പഠിക്കാൻ പറ്റും നമുക്കത്? എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും? സന്തോഷിക്കാൻ പഠിക്കണമെങ്കിൽ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിൽ കയറണം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ എനിക്ക് എന്ത് കിട്ടും? ഉല്ലസിച്ചാനന്ദിക്കുവാൻ. ഈ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം, എഫേസ്യർ 2-ാം അധ്യായത്തിലേക്ക് ക്രൂശിൽ കർത്താവ് ആനന്ദോ അല്ലേ, ജയോത്സവം, ആനന്ദത്തിൻ്റെ അപ്പുറമാണ് അല്ലേ ആ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ. കാരണം ഇവിടെയും നമ്മൾ ഇന്ന് രാത്രി ഞാൻ മരിച്ചു പോയാലും കാഹളം ധരിക്കുമ്പോൾ മരണം ലജ്ജിച്ചും വെറും വാലും ചൂട്ടി പോകുമെന്ന് പറഞ്ഞ പോലെയാ. കാരണം ഈ കഷ്ടങ്ങളൊന്നും ഇവിടെ വരുമ്പോൾ ദൈവം നമുക്ക് ഒരു കാര്യം തരിക, മക്കളെ നിങ്ങൾ ഞാൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൽ, പണ്ട് വന്നത് ജഡത്തിൽ ജനിച്ചു വന്നതാണ് അല്ലേ, ഇനി ഞാൻ വരാൻ പോകുന്നത് മരണമില്ലാത്ത തേജസ്സേറിയ ഉടുപ്പ് ധരിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവമായിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉല്ലസിക്കാൻ കഴിയും. കാരണം നിങ്ങൾ എന്നോടുകൂടി കഷ്ടമനുഭവിച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ ക്രിസ്തുവിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ കുറവായി പോയി, ഇതാ ഞാൻ തരുന്നു, ഞാൻ ഏൽക്കാം. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഞാൻ പൂരിപ്പിക്കാമെന്നാണ് പറയുന്നത്. അത്രയും കാരണം എന്താ അറിയാമോ, ഈ വെളിപ്പാട് അവരുടെ ഹൃദയത്തിൽ അകത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുക. 14-ാം വാക്യമാ, ഒന്ന് വായിച്ചേ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ഉറപ്പിക്കാൻ നമുക്ക്. ഇവിടെ പറയുക, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ. കയ്യിലിരിപ്പുകൊണ്ട് സംഭവിക്കാം, കയ്യിലിരുന്ന് അത് കുഴപ്പമില്ല, അത് കിട്ടത്തില്ല, അത് വേറെ കാര്യമാണ്. അത് മാനസാന്തരപ്പെട്ടാൽ നമുക്ക് തിരികെ, അത് കുഴപ്പമില്ല. ഇതല്ല, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാർ. ലോട്ടറി അടിക്കുന്നതോ വീട് കിട്ടുന്നതോ കാർ കിട്ടുന്നതോ അല്ല ഭാഗ്യം, അതൊക്കെ ഇവിടെ അസ്തമിക്കും. ലാസർ മരിച്ചവരുടെ നിന്ന് എഴുന്നേറ്റ് വന്ന് പിന്നെ ലാസർ എങ്ങോട്ട് പോയി? വീണ്ടും മണ്ണിലേക്ക് പോയി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുപോലത്തെ ഒരു നന്മയാണ്, ഒരു അനുഗ്രഹമാണിതെല്ലാം. എന്നിട്ട് പറയുക, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ. അടുത്തത്, അതിന് കാരണമുണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല. എന്താ? നമ്മൾ ന്യൂ ലൈഫ് ആയതുകൊണ്ടല്ല നമ്മൾ നിന്ദിക്കുന്നത് അല്ലേ. നമ്മൾ നിന്ദിക്കാൻ കാരണം നമ്മുടെ മേൽ എന്തുണ്ട്? ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നത് കൊണ്ടാ. ജനങ്ങൾ, ലോക്കാർ, ദുഷ്ടമനുഷ്യർ, മായാവികൾ, കപട വേഷധാരികളൊക്കെ നമ്മെ നിന്ദിക്കുന്നത് അങ്ങനെയല്ലേ? കാരണം നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവോട് എന്നും ഇരുളിൻ്റെ ആത്മാവ് പോരാടിക്കൊണ്ടിരിക്കും. പോരാട്ടം മാത്രമേ ഉള്ളൂ, ഒന്നും അടുക്കത്തില്ല, അത് വേറെ കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം. ചുമ്മാ ഇങ്ങനെ പോന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, നിന്ദിക്കാതെ മാത്രമേ ഉള്ളൂ. പിശാചിൻ്റെ ഏറ്റവും വലിയ, എപ്പോഴെങ്കിലും അനുവദിച്ചാൽ അവൻ്റെ ആത്മീയ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ്റെ തീയമ്പുകൾ മാത്രമേ ഉള്ളൂ. അവനിപ്പോൾ നമ്മുടെ പേരെ ഒരു തീയമ്പിടും, നിന്നെയും പരിഹാസം ഇടുമ്പോൾ നാം പറയും, ഓ നമുക്ക് പറ്റിപ്പോയി, എന്നെ കൊള്ളത്തില്ല, എന്നെ ഭംഗിയില്ലാത്തത് കൊണ്ടാണ്, എനിക്ക് പറയുമ്പോൾ അതുള്ളത് കൊണ്ടാണ് അതൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ പഠിക്കാൻ തുടങ്ങും. പക്ഷെ ആ തീയമ്പ് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അല്ലേ, എന്നെ കർത്താവ് വിളിച്ചത് ഈ കോലം കണ്ടുകൊണ്ടാ. ഈ സംസാരിക്കാൻ അറിവില്ല അല്ലെ, കൂട്ടി ചേർക്കാൻ അറിയത്തില്ല, ഒന്നും അറിയാത്ത ഈ കോലം കണ്ടുകൊണ്ട് തന്നെ കർത്താവ് നമ്മെ സ്നേഹിച്ചത്. ഇതറിഞ്ഞില്ലെങ്കിൽ ആ തീയമ്പ് നമ്മളിൽ വന്ന് വീണ് ആ തീ പടന്ന് പന്തലിച്ച് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും കലകിക്കളയും, നമ്മുടെ ആത്മജീവൻ തകർത്ത് കളയും. അത് പിശാചിൻ്റെ തന്ത്രങ്ങളായി. അപ്പോൾ നമുക്ക് വരുന്ന ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഇത് ക്ലാസ്സിൽ പതിയെ പോകുന്നത്, അതുകൊണ്ട് ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങൾ, ഡെവിൾസ് ബിസിനസ് എന്നാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിശാചിൻ്റെ എന്താ പറയുക, ബിസിനസ്സുകൾ, നമ്മെ തകർത്തു കളയാനുള്ള ബിസിനസ്സുകളൊക്കെ എത്ര എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ ഈ കഷ്ടങ്ങൾ വരുന്തോറും നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കണം. ഒന്ന്, കഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് അവരുടെ തേജസ്സിൽ പങ്കാളികളുണ്ട്, അവരുടെ പ്രത്യക്ഷതയിൽ നമുക്ക് വെളിപ്പെട്ട് വരും.
ഹല്ലേലൂയ. ഈ കാണുന്ന കഷ്ടവും ദുഃഖവും നിരാശയും ഈ ദ്രവത്തമുള്ള ശരീരവും വേദനയുള്ള ചിലേ രാവിലെ കിടന്ന് പൊങ്ങാൻ പറ്റത്തില്ല. ഇന്ന് സാർ 5:30 ആവശ്യം വിളിക്കുന്നതാ, ഇന്ന് വിളിച്ചില്ല. പക്ഷെ 5:45 അലാറം അടിച്ചു. പല്ല് തേക്കാൻ കൂടി തേച്ചിട്ടാ, പേടിക്കൊന്നും വേണ്ട. പല്ല് തേച്ച് നടുവൊന്നും പൊങ്ങണില്ല. കാരണം ശരീരം എന്നാലും വരികയാണ് നമ്മൾ. എന്തുമാകും ഇതെല്ലാം ഒരു ദിവസമുണ്ട്. തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ അവൻ വെളിപ്പെടുമ്പോഴുണ്ടല്ലോ, ഈ നട്ടിൽ കൈ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും നമുക്ക് ആവശ്യമില്ല. മനോഹരമായ നാട്ടിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അതൊക്കെ ഓർക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ലെന്നേ. അത് രണ്ടാമത് അവൻ്റെ ഹേതുവായി നിന്നെ സഹിച്ചാൽ ദൈവാത്മാവ് നമ്മുടെ മേൽ ആവസിക്കുന്നത് കൊണ്ടാ, വേറെ ആത്മാവല്ല നമ്മുടെ മേൽ. ജാതി ആത്മാവാണെങ്കിൽ ഇപ്പോൾ മത്തായി മാർക്കോസിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, ബേൽസബൂലിനെ കൊണ്ടാണ് കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആൾക്കാരൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അല്ലേ. പക്ഷേ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ആത്മാവിനെ കൊണ്ടാണ് പുറത്താക്കുന്നത് അല്ലേ? അവിടെ 2 ആത്മാവ് വെളിപ്പെടുത്തുക. ഒരിക്കലും എന്താ പറയുക, ഈ ബേൽസബൂൽ എന്ന് പറയുന്ന ദുഷ്ടാത്മാവിന് എന്നാൽ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളൊക്കെ ഒന്നും വിചാരിച്ചേക്കരുത്. ചോറ്റാനിക്കര അമ്പലത്തിലെ ആൾക്കാരെ ഇപ്പോഴല്ല, പണ്ടത്തെ കാര്യം ഞാൻ പറയാ, അവിടെ ചെല്ലുമ്പോൾ ഈ ആണി കൊണ്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച്, ദേഷ്യമൊന്നുമില്ല എന്നോടല്ലേ, ഈ ആണി കൊണ്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഈ ഭൂതം ബാധിച്ച ആരെങ്കിലുമൊക്കെ വന്ന് പെട്ടും മരത്തുമേ ആണി തല കൊണ്ട് ഇടിച്ച് പൊട്ടി ഇവിടെയൊക്കെ ചോരയൊക്കെ വന്ന് അവസാനം വീഴുമ്പോൾ ആ ഭൂതം വിട്ടുപോകും. അപ്പോൾ നമ്മൾ അവിടുത്തെ അവരൊക്കെ വിചാരിക്കുന്നത് അന്ന് നമ്മളും വിചാരിച്ചത് ഭൂതം വിട്ടുപോയെന്ന്. സത്യത്തിൽ ഒരു രാജ്യം തമ്മിൽ ഭിന്നിച്ചാൽ, അതിന് ഇടയിൽ ഭിന്നിച്ചാൽ അതിന് നിലനിൽപ്പില്ലെന്ന് ബൈബിൾ തന്നെ പഠിപ്പിക്കുക ഇല്ലേ. അപ്പോൾ ഇതെന്ത് സാധനമാണിത്? ഇത് അണ്ടർസ്റ്റാൻഡിങ് ആണത്. ചെറുത് പോയിട്ട് വലുത് കയറാനുള്ള പരിപാടിയാണ്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ ഒരുപാട് പരിപാടികൾ ഈ ആത്മീയ കോളത്തിലുണ്ട്. നമുക്ക് അറിയാവുന്ന കൊണ്ടാണ്. അപ്പോൾ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതെല്ലാം കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് ലോകം നമ്മെ നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് അല്ല ഒന്നുമല്ല, ഒന്നും വിചാരിച്ചേക്കേണ്ട. ഇതൊക്കെ നമുക്ക് വരുന്നുവെങ്കിൽ സന്തോഷിക്കുക. കർത്താവേ, ഞാൻ ലോകക്കാരനല്ല, നിൻ്റെ കൂടെയുണ്ട്. ലോകം നിന്നെ നിന്ദിച്ചില്ലേ, നിന്നെ പരിഹസിച്ചില്ലേ, എനിക്കും അത് തന്നെയാണ് ലോകം വെച്ച് നീട്ടുന്നതെന്ന് പറയുമ്പോൾ കർത്താവിന് സന്തോഷമാണ്. ഇതൊക്കെ നമ്മൾ ട്രെയിനിങ്ങാണ്, നമ്മൾ ഇതൊക്കെ പഠിക്കുക, നമ്മൾ ട്രെയിനിങ്ങാണ് ഇതെല്ലാം. ഓക്കെ, കഴിഞ്ഞ പറഞ്ഞ് അവസാനിപ്പിച്ചതിലേക്ക് വരുത്തിൽ മടങ്ങി വരികയാണ്. ലൗകിക പുരുഷന്മാർക്കാണ് ഈ ലോകം എന്നാ പഠിച്ചത്. ആദ്യത്തെ വാക്കാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലേ? ഓർമ്മയുണ്ടോ? സങ്കീർത്തനം 17:14 വാക്യം. തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരെ വിടുവിക്കണമേ, അവരുടെ ഓഹരി ഈ ആയുസ്സില. ഈ ലൗകിക പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ജാതീയ ലോകത്തെ സ്നേഹിക്കുന്നവർ, ലൗകികം ലോകത്തെ സ്നേഹിക്കുന്നവർ. പഠിച്ചതാണ്, വിട്ടുപോകുക, ആ വാക്ക് മാത്രം പറഞ്ഞ് അവസാനിച്ചത്. ലൗകിക പുരുഷന്മാർ, ലോകത്തെ സ്നേഹിക്കുന്നവർ, അവർക്കാണ് ഓഹരി. ഏതോഹരി? എവിടത്തെ ഓഹരി? ഈ ലോകത്തിലെ ഓഹരി. ഞാൻ എപ്പോഴും പറഞ്ഞു തോന്നുന്നു ഇവിടെ, പറഞ്ഞായിരുന്നു അവർ ഈ വാക്യം. ഈ സമ്പത്തും ദൈവരാജ്യവും എന്ന് പറഞ്ഞ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പഠിക്കും അതിനെക്കുറിച്ച്. അവിടെ ഇങ്ങനെയാണ്, ദൈവത്തിന് ഒരു 1,00,000 മക്കളുണ്ടെന്ന് വിചാരിച്ചോ? ഭൂമിയിൽ ജനിച്ചു വരാൻ പോകുന്ന 1,00,000 മക്കളുണ്ടായെന്ന് വിചാരിച്ചോ? അതിൽ അംബാനിനെ പോലെ കുറേ ആൾക്കാരും ദരിദ്രന്മാരായ നമ്മളെ കുറേയൊക്കെ, നമ്മൾ മോശക്കാരും എന്തെങ്കിലും പോലെ അത്യാവശ്യം ഇടനിലക്കാരും ദരിദ്രമായ നമ്മളുമുണ്ട്. നമ്മുടെ കണ്ണിൽ ഇവൻ ദരിദ്രൻ, അവൻ സമ്പന്നൻ, നമ്മളങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ അങ്ങനെയല്ല. അവൻ ഭൂമിയിലേക്ക് അഴക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും തുല്യമായാണ് കൊടുക്കുന്നത്. വചനമൊക്കെ പിന്നീട് എടുക്കും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ. ഒരു വർഷത്തിൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ പോലും ആ ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിച്ചറിയും. പക്ഷേ ഓർക്കണം, അവരുടെ നന്മ അംബാനിനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു വ്യത്യസ്ത പോലെ അവരുടെ നന്മ ദൈവം ഇവിടെ കൊടുത്തു. എവിടെ കൊടുത്തത്? അവരുടെ ഓഹരി ഈ ആയുസ്സിൽ. ഏതായുസ്സില? ഈ ആയുസ്സിൽ. ഈ 60 വയസ്സോ 70 വയസ്സോ 80 വയസ്സോ ഉള്ള ആയുസ്സിൽ. എന്നാൽ ദരിദ്രന്മാരായി ഭൂമിയിൽ പിറക്കുന്നവരുണ്ട്. ഓക്കെ, അവരുടെ സമ്പത്ത് എവിടെ ഇരിക്കുന്നത്? പഠിച്ചത് എവിടെ? അവൻ്റെ ദൈവം, അവരെയും ദൈവം തന്നെയാണ് സൃഷ്ടിച്ച് വിട്ടിരിക്കുന്നത്. അവരുടെ സ്വർഗത്തിലിരിക്കുക. നമ്മൾ കണ്ണി നോക്കുമ്പോൾ ഇവർ ദരിദ്രനാ. ഇനി ഈ 2 പേരുടെ ഈ സമ്പത്തുകൾ കൊണ്ട് ഇവരെങ്ങനെ സ്വർഗം അവകാശമാക്കും? ഇതാണ് ചോദ്യം. ഇവിടുത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കൊടുക്കുന്ന നന്മ കൊണ്ട് അവൻ ദരിദ്രരെ സഹായിച്ച് അവൻ്റെ രക്ഷ അവൻ ഒരുക്കിക്കൊള്ളണം. എന്നാൽ പടിവാതിൽ കിടക്കുന്ന ലാസർ ദരിദ്രൻ ഇല്ലേ, അവൻ നനവാനം നോക്കിക്കൊള്ളാം, അവൻ്റെ ഇന്ന് ചിക്കനാണ്, അവൻ ഇവിടെ ഞാൻ പട്ടിണി കിടക്കുക, അവൻ ചിക്കൻ നിന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് നീ നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ പിറുപിറുത്താൽ ഇവരുടെ രക്ഷയും പോയി. അവിടുത്തെ സമ്പത്ത് താഴേക്ക് ഇറങ്ങിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവൻ ആ സ്വർഗത്തിൽ എൻ്റെ ദൈവം അയച്ച ദൈവമുണ്ട്, എന്നെ കാത്തിരിക്കുന്ന പിതാവുണ്ട് എന്ന് പറഞ്ഞ് അവൻ പിറുപിറുക്കാതെ അവൻ അത് ദൈവം എന്തൊക്കെ അനുവദിക്കുന്നു അത് സഹിച്ച് അവൻ പോവുകയാണ്. മറ്റവൻ എന്ത് ചെയ്യണം? അവൻ്റെ സമ്പത്ത് ഇവിടെയാ,
അവൻ അവിടെ സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ അവൻ ഇവിടെ അവൻ്റെ സമ്പത്ത് വിറ്റുപറക്കി ആ ചെറുപ്പക്കാരോട് പറയുന്നില്ലേ, ദരിദ്രർക്ക് കൊടുക്ക്, നിനക്ക് പ്രതിഫലം ഉണ്ടാകും. കാരണം ഇത് ദൈവത്തിൻ്റെ മർമ്മമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്തിരി ഈ ഒറ്റവാക്കി പറഞ്ഞതേ ഉള്ളൂ. ഇത് ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ പോലും ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഈ ആയുസ്സിലാണ് അവരുടെ ഓഹരി ഇരിക്കുന്നത്. ദൈവം അങ്ങനെ കൊടുത്തിരിക്കുക. ആ ഓഹരി കൊണ്ട് അവർ അത് സമ്പാദിക്കണം. ക്ലിയറാണല്ലോ? അത്രയും പറഞ്ഞ് അവസാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ലൗകിക പുരുഷന്മാർ അവർക്കൊരു ഓഹരിയുണ്ട്. അത് ഇവിടെ തന്നെയാണ്. അത് വിടുന്നു. 2 തിമോഥെയോസ് 4:10 പറയുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് നമ്മെ വിട്ട് പോയി. ലോകത്തെ സ്നേഹിക്കുക, ഈ ലോകത്തിലെ നന്മയെ സ്നേഹിക്കുക, ലൗകിക പുരുഷനായി മാറുകയാ. ഈ ദേവാസിനെ കുറിച്ച് നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പലയിടത്തും വന്ദനം പറയുക, ഈ സഭകളോട് വന്ദനം പറയുന്ന നല്ല മൂപ്പനായിരുന്നു ആര്? ദേമാസ്. 2 ലേഖനങ്ങളിൽ 2 എഴുതി വെച്ചിരിക്കുക. അപ്പോസ്തലത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുക, വന്ദനം ചൊല്ലുന്നു മറ്റുള്ളവരോട് കൂടെ. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിപ്പോയി? പൗലോസ് പറയുക, ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് നമ്മെ വിട്ട് തെസ്സലോനിക്കയിൽ പോയി. ഇപ്പോഴും മിനിസ്ട്രിയിലൊക്കെ ഉണ്ട് കേട്ടോ, ആള് മിനിസ്ട്രിയിലൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് പറ്റിപ്പോയി? ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന് സ്നേഹമില്ലാന്നൊക്കെ നമ്മൾ ആദ്യം മുതലേ പഠിച്ചു വരുന്ന കാര്യമാണ്. അത്ര മറന്ന് മനസ്സാകുന്നു. അപ്പോൾ ഓരോരുത്തർ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 5 വരെ പഠിക്കുമ്പോൾ 5-ാം വാക്യം പറയുന്നു, ഓക്കെ, അവർ ലൗകികന്മാരാകയാൽ എന്ത് സംസാരിക്കുന്നു? ലൗകികമായി സംസാരിക്കുന്നു, ലോകര വാക്കുകൾ കേൾക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു ലൗകികനാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ ലൗകിക മോഹങ്ങൾ, ലോക ആഗ്രഹങ്ങൾ, ഈ ലോകത്തിലെ പ്രശസ്തി മാനമാണെങ്കിൽ എൻ്റെ പ്രസംഗം മുഴുവൻ ഇതായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ദൈവദാസനാവട്ടെ, ആരുമാകട്ടെ, പക്ഷേ റവറിൻ്റോ ബിഷപ്പോ അല്ലേ, റവയും ആട്ടയും ഇത് എന്തൊക്കെ എത്ര വലിയ ആണെന്ന് പറഞ്ഞാലും അഭിഷേകമൊക്കെ ഉണ്ടായിരിക്കും, ഭൂതങ്ങളെ പുറത്തൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഞാനിട്ട സമ്പാദിച്ചു വെച്ച വിത്തുകളില്ലേ, അത് ലോകമായി പോയി. അപ്പോൾ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മുഴുവനും ദൈവം നിന്നെ ഇവിടെ അനുഗ്രഹിക്കും അല്ലേ, നമ്മൾ അങ്ങനെ പറയുന്നത്. കാരണം ഇത് പറിച്ചു കളയുന്നതാണ് യഥാർത്ഥ ദൈവദാസൻ. നാം വിശ്വാസികളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ലൗകിക മോഹങ്ങളെ, ദുർമോഹങ്ങളെയും അല്ലെ ജഡ ഇച്ഛകളെയൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ആ സ്വർഗം കുത്തിക്കായിട്ട് നിറച്ചു വെക്കുകയാണ്. അവിടെ എതിർക്കും, ദൈവദാസൻ ഇടയന്മാരോട് പ്രതികരിക്കും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്താണെന്നറിയാമോ, അവർക്ക് ഒന്നേ ഉള്ളൂ, അത് വീണ്ടും പറിച്ചു കളയും, വീണ്ടും എതിർക്കും. അവസാനം ആ രക്ഷയുടെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ആ മനോഹാരിത അവർ ഗ്രഹിക്കുമ്പോളം ക്ഷമയോടെ കാത്തിരിക്കുന്നവരാണ് ദൈവദാസന്മാർ, നല്ല ദൈവദാസന്മാർ. കാരണം അവരെ സംബന്ധിച്ചോളം ഇവിടെ അസ്തമിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടെന്നൊക്കെ ചോദിച്ചു ഒരാൾ ഇവിടെ ചോദിച്ചു, എവിടെയോ മീറ്റിംഗ് കിടക്കുക, നമുക്ക് വേണ്ടേ? ബൈബിൾ അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ബൈബിൾ പഠിപ്പിക്കുന്നതിന് അതിനെക്കുറിച്ച് 10-ാം അധ്യായം മനോഹരമായി പഠിപ്പിക്കുന്നുണ്ട്. 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം 3, 4, 5 വാക്യങ്ങളൊക്കെ അതിനെ പഠിപ്പിക്കുന്നത്. നമുക്ക് തന്നിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് അതിൻ്റെ പുറകെ പോകുകയാ, അല്ല. എത്ര പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ലൗകികന്മാരാകയാൽ ലൗകികമായി സംസാരിക്കുന്നു. നമ്മുടെ കൂടെ നടക്കുന്നവർ, നമ്മുടെ കൂടെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റു ഇവിടെ ഇപ്പോൾ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ ശ്രദ്ധിക്കുക, അവർ പറയുന്നത് ലൗകികമായ കാര്യങ്ങളാണോ? അത് ഒരിക്കലും അങ്ങനെ പറയുന്നുവെങ്കിൽ അവർ ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ദാസന്മാരാ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നു നിങ്ങൾക്ക്? അവർ ഈ ലോകമേ പ്രസംഗിക്കത്തുള്ളൂ, ഈ ലോകത്ത് തരാമെന്നേ പറയത്തുള്ളൂ. ഈ ലോകത്തിലെ രാജാവിൻ്റെ ദാസന്മാരാ അവര്. നിങ്ങൾ രാജാവിൻ്റെ മക്കളല്ലെന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഏത് രാജാവാ? നമ്മുടെ കർത്താവ് രാജാവായിട്ടില്ല, പിന്നെ ഏത് രാജാവാ നമ്മൾ രാജാവാക്കുന്നത്, രാജാവിൻ്റെ മക്കളാകുന്നത്? നമുക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഏത് രാജാവിൻ്റെ മക്കളാ? ഈ ലോകത്തിലെ പ്രഭുവിൻ്റെ രാജാവിൻ്റെ മക്കളായിട്ട് മാറുകയാ. അതിനാണ് അവർ നമ്മളെ വഴിതെറ്റിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് സംസാരിക്കുക ഒന്നേ ഉള്ളൂ, അവർ രാജ്യവും നീതി, ഇത്രയേ ഉള്ളൂ. നമുക്കത് വിട്ടുപോകുന്നു. ഇനി ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ 106-ാം സങ്കീർത്തനം 24-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും സങ്കീർത്തനക്കാരെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത് വേദവാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവർ മനോഹര ദേശത്തെ നിരസിച്ചു, അവരുടെ വചനത്തെ വിശ്വസിച്ചതുമില്ല, അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതിരുന്നു. അതുകൊണ്ട് അവൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് വരിക. ഇതൊരു ഡീറ്റെയിൽ സ്റ്റഡിയല്ല, ഇത് പഠിക്കാൻ പോയി ഒരുപാട് പറയേണ്ടി വരും. ഞാൻ ആ വാക്കുകൾ മാത്രം എടുത്ത്
പിറക്കി പറഞ്ഞത് അത് ഇമ്പോർട്ടൻ്റ് വാക്കായതുകൊണ്ടാണ്. എന്നിട്ട് അതുകൊണ്ട് ഏതുകൊണ്ടാ ഇത്രയും ഓരോ മനോഹരദേശത്തെ നിരസിച്ചു ഇല്ലേ? വചനത്തെ വിശ്വസിച്ചില്ല. കൂടാരങ്ങളിൽ വെച്ച് എന്ത് ചെയ്തു? ഭവനങ്ങളിൽ വെച്ച് എന്ത് പറഞ്ഞു? പിറുപിറുത്തു. അടുത്തത് നാലാമത്തെ കാര്യം, യഹോവയുടെ വചനം കേൾക്കാതെ വിശ്വസിക്കാതിരുന്നു. ഈ പാവമാണ്, അവിശ്വാസം എന്ന പാവമാണ്. എബ്രായ ലേഖനത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7-ാം അധ്യായമായിരിക്കും അല്ലേ? ലേഖനത്തിൽ പറയുന്നുണ്ട്, അവിശ്വാസം എന്ന മഹാവിപത്ത് നിങ്ങൾക്ക് വരാതിരിപ്പാൻ. ഒരു തലമുറവനും നരകത്തിലേക്ക് പോകാൻ വരുത്തി വെച്ച പാവം എന്താണെന്നറിയാമോ? അവിശ്വാസമാണ്. ഇസ്ലാം മക്കളെ കുറിച്ച് ഞാൻ വിട്ടുപോകുന്നു. എന്നിട്ട് പറയാം, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ അവരെ വീഴിക്കുമെന്നും, ഇതേ വാക്ക് എബ്രായ കർത്താവ് എഴുതിച്ചിരിക്കുന്നത്, വീഴിക്കുമെന്നും അവരുടെ സന്തതിയെ ജാതികളുടെ ഇടയിൽ നശിപ്പിക്കുമെന്നും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ മനോഹര ദേശത്തേക്ക് തള്ളിക്കളഞ്ഞ് അവൻ്റെ വചനം കേൾക്കാതെയും അവൻ്റെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു. കൂടാ നമ്മുടെ വീടുകൾ, ഭവനങ്ങളിൽ അവിടെ വെച്ച് യഹോവ പിറുപിറുത്തു. ഞങ്ങൾ എന്തിനാണ് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്? അവിടെ ചുറ്റുള്ളി വെളുത്തുള്ളി ഇല്ലേ, ആച്ചി മസാലയൊക്കെ ഞങ്ങൾക്ക് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരവിടെ കിടന്ന് ഭവനങ്ങളിൽ വെച്ച് പിറുപിറുക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? അവർ വചനം വിശ്വസിച്ചതുമില്ല. അതുകൊണ്ടാണ് ദൈവം പറയുക, അതുകൊണ്ട് അവൻ മരുഭൂമിയിൽ അവരെ വീഴിക്കുമെന്നും അവരുടെ സന്തതികളെ ജാതിയിടയിൽ ചിതറിക്കുമെന്നും അവരുടെ ദേശങ്ങളിൽ ചിതറിച്ചു കളയുമെന്നും അവർക്ക് വിരോധമായി തൻ്റെ കൈ ഉയർത്തി എന്താ പറയുക സത്യം ചെയ്ത കർത്താവ് പറയുന്നത്. എത്ര ഭയാനകമായ വാക്കാന്നറിയാമോ ഇതൊക്കെ? ഇത്ര ഭയാനകമാണ് അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം. അപ്പം അതുകൊണ്ട് ഇത് മെയിൻ കാര്യം, മനോഹര ദേശത്തെ എന്ത് ചെയ്തു? നിരസിച്ചു കളഞ്ഞു. ദൈവം നമുക്ക് എന്ത് തരാമെന്നാണ് പറഞ്ഞത്? പറ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, നമുക്ക് എന്ത് തരും? അവന് നമ്മളെ ചേർപ്പാൻ വരും. ഒറ്റവാക്കി പാദം എടുക്കാം, ചേർപ്പാൻ വന്ന് അവൻ്റെ വീട്ടിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഇതല്ലേ നമുക്കുള്ള വാഗ്ദത്തങ്ങൾ മുഴുവനും. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ഇസ്രായേലിന് ദൈവം കൊടുത്തു, കനാൻ ദേശം കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ മരുഭൂമിയിൽ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നിട്ട് പോലും, അത്ഭുതങ്ങൾ അടയാളം കഴിച്ചു കൊണ്ടുവന്നിട്ട് പോലും അവർക്ക് എന്താ അറിയാമോ? കനാൻ ദേശത്തിൻ്റെ ചിന്ത പോലുമില്ല. പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ചിന്ത പോലുമില്ല അവർക്ക്. അതുപോലെ നമ്മുടെയും ചിന്തയും ആഗ്രഹമൊക്കെ എവിടെയാണെന്നറിയാമോ? നമുക്ക് വാഗ്ദത്തം നൽകിയ ആ ദേശമാണ്. ക്ലിയറാണോ? ഈ ദർശനം നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് വിഷൻ, ദർശനം. ആ ദർശനം ഹൃദയത്തിലില്ലെങ്കിൽ അറിയാതെ നമ്മുടെ ലൗകികന്മാരായി തീരും. നമ്മുടെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടു പോകും. എല്ലാം നമുക്ക് നഷ്ടമാകും. അവസാനം നമ്മൾ പെടാപ്പാടുപെട്ട് ഇവിടെ തന്നെ ഏറ്റുപറയാതെ അവിശ്വാസത്തിൽ മരിക്കുകയും നമ്മൾ ചെയ്യും. അതുകൊണ്ട് മനോഹര ദേശത്തെ നിരസിച്ച് കളഞ്ഞ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയാകത്തുള്ളൂ. മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതാ, നമ്മ ലോകത്ത് നിന്ന് വിടുവിച്ചതാ കർത്താവ്. പക്ഷേ വിടുവിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹമുണ്ട്. വിടുവിക്കുമ്പോൾ അവിടെ നിന്ന് പോരുമ്പോൾ അവർക്കൊരു ദർശനമുണ്ടായിരിക്കണം. മിസ്രൈമിൽ നിന്ന് കാലെടുത്ത് പുറത്തു വെച്ചില്ല അവർ. മിസ്രൈമിൽ നിന്ന് കാലെടുത്ത് പുറത്തു വെക്കുമ്പോൾ അവർക്കൊരാഗ്രഹമുണ്ടാകണം. എന്താഗ്രഹമാ? ഏതാഗ്രഹമാ? ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കനാൻ തരാൻ വേണ്ടിയാ. അത് എത്ര ദിവസമോ എത്ര വർഷമോ ഒന്നും നമുക്ക് അറിയത്തില്ല, പക്ഷെ പറഞ്ഞവൻ തന്നിരിക്കും. ഇതാണ് ഈ ദർശനമായിരിക്കണം എപ്പോഴും അവൻ്റെ ഹൃദയത്തിനുണ്ടാകേണ്ടത്. അത് വിട്ടിട്ട് നമ്മുടെ ലൗകിക കാര്യങ്ങൾ, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ, ജീവിത കാര്യത്തിന് വേണ്ടി നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കളയും. ഏത് പുസ്തകത്തിലാണ്, പുതിയ നിയമത്തിൽ ഏത് പുസ്തകത്തിലാണ് അത് അന്വേഷിക്കാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നിങ്ങൾ എവിടെ ഒരു വാക്ക് കാണിക്കാൻ പറ്റുമോ? നമ്മുടെ പുതിയ നിയമത്തിൽ എവിടെയാ ഒരു വാക്ക് അന്വേഷിക്കാൻ പറഞ്ഞത്? അതൊക്കെ ജാതികൾ അന്വേഷിക്കുന്ന എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ആണോ ഇല്ലയോ സഹോദരങ്ങളെ? ജാതി നമ്മുടെ കർത്താവ് ഇതൊക്കെ നമുക്ക് തന്നിട്ടാ വിളിച്ചത്. ഞാൻ വരും ദിവസങ്ങളിൽ നമ്മുടെ സ്വർഗീയ അക്കൗണ്ടിൽ ഇതൊക്കെ ഇട്ടച്ച നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മളിപ്പോഴും ചോക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ? ഉണ്ണാനും അത് വേറെ ഇങ്ങനെയാണ്. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും 2 പത്രോസ് 1:3 ഞാൻ പറയുന്നത്, ജീവനും ഭക്തിക്കും ആവശ്യമായൊക്കെയും തന്നിട്ടാ വിളിച്ചിരിക്കുന്നത് നമ്മളെ. ഇതറിയാതെയാണ് നമ്മൾ ഈ ലോകത്തിൽ കിടന്ന് ഈ കായിനെ പോലെ വേർത്ത് കുളിച്ച് കളിക്കുന്ന ഇവിടെ കിടന്ന് നമ്മൾ. എന്തിനു വേണമെന്നറിയാമോ? നമ്മുടെ ഫോക്കസ് അതായിരിക്കണം. ഈ ദർശനമില്ലാതെ വന്നപ്പോൾ ഒന്ന്, അവർ മനോഹര ദേശത്തെ തരാമെന്ന് പറഞ്ഞ കാലദേശത്ത് നിരസിച്ച് കളഞ്ഞു. 2 എന്താണെന്നറിയാമോ? വചനത്തെ വിശ്വസിച്ചില്ല. ഇത് ഏറ്റവും വലിയ മറ്റൊരു കാര്യമാണ്. കാരണം ദൈവത്തിൻ്റെ വാക്കുകൾക്ക് സ്വർഗത്തോളം വലിപ്പമുണ്ട്, അവൻ്റെ പുത്രനോളം വലിപ്പമുണ്ട് ഇല്ലേ? ക്രൂശിൽ മരിച്ച പുത്രനോളം വലിപ്പമുണ്ട്, അവൻ്റെ ജീവനേക്കാളേറെ വലിപ്പമുണ്ട്. ഒരു വചനത്തിന് 1000 119 സംഗീതത്തിൽ 72 വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, 1000 പൊൻവെള്ളി നാണയത്തെക്കാൾ യഹോവേ നിന്റെ വചനം
ഒരു വചനം അല്ലെ, 1000 × 1000. നല്ല ട്രാൻസ്ലേഷൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, 1000 × 1000. അപ്പം തന്നെ കോടിക്കണക്കിന് സ്വത്തായി അല്ലേ, സ്വർണവും വെള്ളിയായി, നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. 1000 × 1000 ഒരു ഏതോ ഒരു ഇംഗ്ലീഷ് വേർഷനിൽ WEB എന്ന് പറയുക ഇംഗ്ലീഷ് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. 1000 × 1000 അത്രയും വെള്ളിയും സ്വർണവും ഇവിടെ കൊണ്ട് വെച്ചാലും എന്താ, ഒരു വചനത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. അതിന് അത്രയേക്കാൾ തൂക്കമാണ് ഒരു വചനത്തിന്. ഞങ്ങൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിലൊക്കെ അന്ന് ഈ ഞാനിവിടെ ഇടയ്ക്ക് പറയാറുണ്ട് സാക്ഷ്യമായിട്ട്, ഈ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, 300 രൂപ കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതി. ആ ഒരു മാസത്തിൽ 1 ക്ലാസ്സേ 2 ക്ലാസ്സേ ഉള്ളൂ. ആ ക്ലാസ് പോലും തള്ളിക്കളഞ്ഞിട്ട് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകും. ഇതൊന്നും മനസ്സിലായില്ലല്ലേ? 300 രൂപ പോലും വില കൊടുക്കത്തില്ല അവർ. എന്നാൽ അത്യാവശ്യം ഉള്ള ആൾക്കാരെല്ലാവരും. നമ്മുടെ തമിഴ്നാട് പാവങ്ങൾ ഒന്നുമല്ല, അവർ നമ്മളെക്കാളും വലിയ ആൾക്കാരാണ്. അവിടുത്തെ ഹോട്ടലുകളൊക്കെ 5 സ്റ്റാർ ഹോട്ടലും ചായക്കടയൊക്കെ 800 രൂപയൊക്കെ ചായയുടെ വില അവിടെയൊക്കെ. ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. സാധാരണക്കാരൊന്നുമല്ല. സമ്പത്തിൽ 2ാം സ്ഥാനമാണ് തമിഴ്നാട്. സമ്പത്തിൽ, സമ്പന്നതയിൽ 1 ബോംബെയും 2 തമിഴ്നാടാണ്. അതിനുശേഷമാണ് കേരളം 9ാം സ്ഥാനമുള്ളൂ. ഗൂഗിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തുമാകട്ടെ, വചനത്തെ വിശ്വസിച്ചില്ല. വചനത്തെ അങ്ങ് ഭോഷനെ പോലെ, ഭ്രാന്തനെ പോലെ വിശ്വസിച്ചേക്കണം. വചനം എന്തു പറഞ്ഞോ അതിനപ്പുറത്ത് അങ്ങനെ വരൂ. ദൈവം ഒരു പക്ഷേ അങ്ങനെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. ഇത് ഇസ്ലാമൊക്കെ എഴുതിയാണോ, യഹൂദന്മാർക്ക് എഴുതിയാണോ, അതോ ജാതികൾക്കാണോ? നമ്മളിങ്ങനെ ഒന്നും പറയണ്ട. വചനം എന്തു പറഞ്ഞു അതിന് ആമേൻ പറയാൻ പഠിക്കണം. നമ്മൾ ഒരു ഭ്രാന്തനെ പോലെ, ഒരു ഭോഷനെ പോലെ ആമേൻ പറഞ്ഞാൽ പഠിച്ചാലുണ്ടല്ലോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നമുക്ക്. ഇല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി പൊങ്ങും, ബുദ്ധിയുടെ ഇടയിൽ കൂടി മറ്റവനും കൂടി കളിക്കും നമ്മുടെ മനസ്സിലേക്ക്. അപ്പം അതുകൊണ്ട് താങ്കളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു. അവർ ഇസ്ലാം മക്കൾ ദൈവത്തോട് പിറുപിറുക്കാൻ തുടങ്ങി. അവർ മനോഹരദേശത്തെ നിരസിച്ച് കളഞ്ഞപ്പോൾ തന്നെ അവർ വചനം വിശ്വസിക്കാതെ പോയി. അടുത്തത് അവർ കൂടാരങ്ങൾ വെച്ച് അല്ലേ, വീട്ടിൽ കൂടുമ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങിയ. യഹോവ എന്തിനാണ് ഞങ്ങൾ വിളിച്ചിട്ട് വന്നത്? ഈ മോശക്ക് തെറ്റുപറ്റിയതാണോ അല്ലേ, അല്ലെങ്കിൽ മോശനെ കൂടി അല്ലെ വേറെ എന്തൊക്കെ തെറ്റുപറ്റിയതാണോ എന്നൊക്കെ പറഞ്ഞ് ഇവർ അവിടെ പിറുപിറുക്കാൻ തുടങ്ങുക. അടുത്തത് യഹോവയുടെ വചനം കേൾക്കാതിരുന്നു. നാളെ നേരം വെളുക്കുമ്പോൾ അതിനുള്ള മറുപടി കർത്താവ് കൊടുക്കും. പക്ഷെ അതുപോലെ കേൾക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. അത് നിമിത്തം അതുകൊണ്ട് ജാതികളിൽ അവരെ ചിതറിച്ച് കളഞ്ഞു. നമുക്കറിയാം 1 കൊരിന്ത്യർ ലേഖനം ഇതിലില്ലല്ലോ, ഇല്ല, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കൊന്നു കളഞ്ഞു. ഭയാനകമായ വാക്കത്. ദൈവം വിളിച്ചുകൊണ്ട് വന്ന, രക്ഷിച്ചുകൊണ്ട് വന്ന് അത്ഭുതങ്ങൾ കാണിച്ച ദൈവം ചെങ്കടലിൽ കൂടെ കടത്തി സ്നാനപ്പെടുത്തി മേഘത്തിന് കീഴിൽ ആത്മസ്നാനം കൊടുത്തു കൊണ്ടുവന്ന ദൈവം തന്നെ അവരെ തള്ളിയിട്ട് കൊന്നു കളഞ്ഞു. കൈ ഉയർത്തി സത്യം, നിന്നെയൊന്നും കേട്ടിട്ടില്ലെന്നാ പറഞ്ഞു. കൈ ഉയർത്തി സത്യം ചെയ്തു. ഈ ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ? നമുക്കറിയാവുന്ന കാര്യം, ഈ ക്രൂശിൽ വന്ന് മരിച്ച യേശു, നമ്മൾ എന്തു പറഞ്ഞാലും അല്ലേ, കരഞ്ഞാൽ കൂടെ കരയുന്ന യേശു നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമുണ്ട് ഒരുവൻ. ഹല്ലേലൂയ. ഞാൻ കയറ്റില്ലെന്ന് പറയുന്ന കർത്താവുണ്ട്. അവൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. അവരുടെ പ്രത്യക്ഷത കഴിഞ്ഞ് 1000 ആണ്ട് കഴിഞ്ഞ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, ഭൂമി ആകാശം കത്തിപ്പോയിട്ട് ശൂന്യതയിൽ സിംഹാസനം കെട്ടി വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഉണ്ട്. അതൊക്കെ ഭയാനകമാണ്. പഠിക്കുമ്പോൾ കിട്ടുകിട്ട് അവർക്ക് ഏപ്പ് പോലെ ഇളകിപ്പോയി. ഏപ്പിളകൊന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഏപ്പ് പോലും. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സംഭവിച്ചത് അവർ മനോഹര ദേശത്തെ നിരസിച്ചു കളഞ്ഞു. അവരെ ഹൃദയത്തിൽ ലോകം പോയില്ല. ഇനി അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് എന്നോട് ചേർത്ത് വെച്ച് എഴുതിയിരിക്കുക. സ്വർഗരാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ത് വേണ്ട? ലോകം വേണ്ട. എബ്രായയിലെ 11:38 പറയുക, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിൽ ഉഴന്ന് നടന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. മനസ്സിലാകുന്നു? അവർ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. അവർ രക്ഷിച്ചു, അവരെ വിടുവിച്ചു കൊണ്ടുവന്നിട്ട് അവരും ഈ ലോകത്തിൽ തന്നെ ജീവിച്ചത്. പക്ഷേ ജീവിച്ചുവെങ്കിലും ലോകക്കാരല്ലാത്ത പോലെ ജീവിച്ചത്. ക്ലിയറാണോ ഞാൻ പറഞ്ഞത്? എന്നാൽ ലോകത്തൊക്കെ ജീവിച്ചത് ലോകപ്രകാരം ജീവിച്ചതാണ്. എന്നിട്ട് കഷ്ടിപുഷ്ടിയൊക്കെ 230 മാർക്ക് മേടിച്ച് പുള്ളി പോയി. എന്തുമാകട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ നമുക്ക് അറിയാം. അവരെല്ലാം 30-ാം വാക്യം പറയുക, അവരെല്ലാവരും വിശ്വാസ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തത്തെ വൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയെന്ന്. ദൈവം നമുക്ക് വേണ്ടി നല്ലത് മുന്നൊരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ചിലർ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ പറയുക അത് യേശുക്രിസ്തുവാണ് ആ നന്മ. പല വ്യാഖ്യാനങ്ങൾ നമുക്കുണ്ട്. ഇതിൽ സത്യത്തിൽ ഞാൻ ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവരാജ്യത്തിൻ്റെ കണ്ണിലൂടെ വചനം പഠിച്ചപ്പോൾ ഈ 11-ാം അധ്യായം മുഴുവൻ വിശ്വാസ വീരന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായമാണ്.
അല്ലേ? പഴയ നിയമ ഭക്തന്മാരെല്ലാവരും ദാസന്മാർ. മോശ ദൈവഗൃഹത്തിലൊക്കെയും വിശ്വാസദാസൻ, അബ്രഹാമിന്റെ ദാസൻ, അല്ലേ? അതിനെഴുതി വെച്ചിരിക്കുന്നത് ദാസന്മാരവരെല്ലാവരും, അങ്ങനെയല്ലേ? യേസ്. ഒരുപാട് വാക്യങ്ങൾ ഓടി വരികയാ, ഹൃദയത്തിലേക്ക് പരിശുദ്ധ വരികയാ. നോക്കിയേ, മണവാളന്റെ സ്നേഹിതന്മാരെന്ന് വേറെ വാക്കുണ്ട്, വായിച്ചിട്ടില്ലേ? മണവാളൻ സ്നേഹിതന്മാർ അവരെല്ലാവരും, അങ്ങനെ അവരെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അടുത്തത് പന്തിക്ക് ക്ഷണിക്കപ്പെട്ടവർ, വായിച്ചിട്ടില്ല എവിടെയെങ്കിലും? യെസ്, കല്യാണ പന്തിക്ക് ക്ഷണിക്കപ്പെട്ടവർ. വാക്ക് ശരിയല്ലേ? കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ, കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ, അവരെ കുറിച്ച് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ, അല്ലേ? നമ്മുടെ മണവാളിലെ സ്നേഹിതന്മാർ, ദാസന്മാർ, ഒരേ വാക്കുകളുണ്ട്. നമ്മുടെ വിഷയം അതെല്ലാത്തോടെ വിട്ടുപോകുക. ഇത് അവർക്ക് ലഭിച്ച പേര് അത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങനെയല്ല. കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞ് വെളിപ്പാട് ദിവസത്തിലെ വാക്കുള്ളതുകൊണ്ട് നമ്മളൊക്കെ അടച്ചങ്ങാട് വിളിച്ചു പറയും. അങ്ങനെയൊന്നും അല്ല. അടക്കൊന്നും വേണ്ട, അത് മാറ്റി വെച്ചേക്ക്, നമുക്കുള്ളതല്ല അത്. അതിവിടെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. കൈവിടപ്പെട്ടു പോയ നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നമ്മൾ ഒരു ചെറിയൊരു കൂട്ടം രക്ഷപ്രാപിച്ച് സ്വർഗത്തിലേക്ക് പോകും. അവിടെ കൈവിടപ്പെട്ടു പോയ ആൾക്കാരെ കുറിച്ച് പറയുന്ന വേറെ വാക്യമുണ്ട്. നമ്മൾ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരല്ല, അല്ലേ? നമ്മൾ മണവാളിൻ്റെ കൂടെ ഈ സ്റ്റേജിലിരിക്കേണ്ട ആൾക്കാരാണ് മണവാട്ടിയായിട്ട്, അല്ലാതെ തിന്നിട്ട് പോകാൻ വേണ്ടി വിളിച്ചതല്ല. നമ്മൾ മണവാളിൻ്റെ സ്നേഹിതനല്ല. മണവാളൻ്റെ ഹൃദയത്തിൽ നിന്ന് കുത്തി അതിൽ നിന്ന് ഉണ്ടായി വന്ന മണവാട്ടിയാണ് നമ്മൾ, അല്ലേ? വാരി എല്ലെടുത്ത് മെനഞ്ഞുണ്ടാക്കിയതാ നമ്മള്. എൻ്റെ കൂടെ ഇടുന്നു നിങ്ങൾ. ഇതുകൊണ്ട് ഇത് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കുവാൻ. നമ്മൾ ദാസന്മാരല്ല. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ, ഇല്ലെങ്കിൽ മണവാട്ടി, സ്റ്റേജിലിരിക്കുന്ന മണവാട്ടിയായി തീരുവാൻ, കാന്തയായി തീരുവാൻ, ജയാളികളായി തീരുവാൻ, അല്ലേ? അവൻ്റെ ഗൃഹനിർമ്മാതാക്കളായി അവനോടുകൂടെ പ്രവർത്തിക്കുവാൻ, കൂട്ടുവേലക്കാരായി തീരുവാൻ. എത്രത്തെ വാക്കുകളാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മെ കൂടെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന്, അത് മറ്റൊന്നുമല്ല, പുത്രത്വം, സ്വർഗീയ സിയോൺ. ജയാളികൾക്കിരിക്കേണ്ട പുത്രൻ ജയിച്ച് പിതാവിന് സിംഹാസനം അയക്കുന്നത് പോലെ നമ്മളും ജയിച്ച് അവിടെ തന്നെയാ. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണോട്ടോ. നമ്മൾ ഈ വചനങ്ങളൊക്കെ നമുക്ക് വേണ്ടി വെച്ചിരിക്കുക. ഈ സ്വർഗീയ സിയോണിൽ കടന്നു പോകുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ TPM-ൽ ഉള്ള പാസ്റ്റർമാരാണെന്ന് അവർ പറയുന്നത്. അല്ല, അവർ മാത്രമല്ല, കല്യാണം കഴിച്ചാലും അവർക്ക് അവകാശമുണ്ട്. ഇപ്പോൾ TPM-കാർ പറയുന്നുണ്ട്, ഞാൻ അവരെ കുറ്റപ്പെടുത്തിയല്ലോ കേട്ടോ, നല്ല ആൾക്കാരാണ് അവരൊക്കെ. എൻ്റെ പിതാവൊക്കെ TPM-കാരായിരുന്നു. എന്തുവാകട്ടെ, അവർ കല്യാണം കഴിക്കാതിരിക്കുന്ന ആൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഈ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സംഗീതത്തിന് 82 എടുക്കണ്ട, 82 ആ സിയോൺ മലയിൽ ഒരുപറ്റ ആൾക്കാരെ കാണുന്നു. അവരെവിടെ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് പറയുമ്പോൾ കൂശ്യർ, മേദ്യർ, പേത്യർ എന്നൊക്കെ പറഞ്ഞ് അറബികൾ ജാതീയ പേരുകൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവരെയും അവിടെ കണ്ടു. ആ വാക്യങ്ങളൊക്കെ അടിച്ചകത്തേക്ക് എറിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇല്ലെങ്കിൽ ഞാനും വിചാരിച്ചു TPM-കാർ മാത്രമല്ലോ, എനിക്ക് കല്യാണം കഴിച്ചു പോയി, മക്കളും ആയിപ്പോയി, ഇനി ഞാനെങ്ങനെ പോകാൻ പറ്റുന്നതൊക്കെ അവർ ആദ്യം പിടിച്ചപ്പോഴാണ് ആ വചനം വെളിപ്പെട്ട് കിട്ടിയത്. അതൊക്കെ നമുക്ക് എടുക്കുക. എന്ത് രസമാണ് സിയോണിൻ്റെയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളെയൊക്കെ വരുമ്പോഴല്ലേ ഇതൊക്കെ പിന്നെ ഒന്നുമല്ല. ഇപ്പോൾ രാത്രി 12 2 മണിയായാലും കുഴപ്പമില്ല. പ്രയറായിട്ട് കഴിഞ്ഞ് അങ്ങനെ 2 മണിക്ക് അവിടെ 2 ചായ കുടിച്ചിട്ടാണ് പിരിയുന്നത്. കാരണം പിരിയാൻ പറ്റുന്നില്ല. എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്നു, സിയോണിലേക്കുള്ള യാത്രക്കാരാ. അത് പെരുവഴി കടന്നാലും ആ വാക്കുണ്ട്, അവർ പെരുവഴി കടന്നതൊക്കെ പറയുന്നുണ്ട്. കാരണം അവർക്ക് വേറെ ഒന്നുമില്ല. ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. എന്തുവാകട്ടെ, ഇനി വീണ്ടും കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളപ്പുകളിലും ഉഴന്നു നടന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവിടെ തൊട്ട് താഴെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ എഴുതിയിട്ടില്ല, ദൈവമാർക്ക് വിടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർ ഭേദ്യമേച്ചു. ഒരു വാക്യമുണ്ടല്ലോ, അത് എന്ത് വാക്യമാണ്? ഒരു മലയാളം വാക്യമുണ്ടല്ലോ, ഒരു പ്രത്യേക വാക്കാണ്. അല്ല, അവർക്ക് ഉദ്ധാരണം വാക്ക് പലപ്പോഴും വിട്ടു. ഉദ്ധാരണം ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞു. യഹോവ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിടുതൽ തരാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രക്ഷ തരാം. വിടുതൽ തരാം. രക്ഷ മറ്റു രക്ഷയില്ല, ഈ കഷ്ടത്തിൽ നിന്ന് രക്ഷ തരാം. അവർ പറഞ്ഞ്, കർത്താവേ പോയി ഇരുന്നോ അവിടെ എന്ന് പറഞ്ഞു. എന്താ ഭാഷ പറയാൻ, നീ ഒന്നും ഇടപെടണ്ട, ഞങ്ങളിങ്ങനെ മലകളിലും ഗുഹകളിലൊക്കെ പിളർപ്പിലൊക്കെ നടന്നോളാം. കാരണം നിന്നെ ഇവിടെ സ്നേഹിക്കാത്ത ലോകമാ, നീ ഞങ്ങൾക്ക് വിടുതലും തരണ്ടെന്നേ. ഉദ്ധാരണം വാക്കിന് അർത്ഥം ഉദ്ധാരണം കൈക്കൊള്ളാതെ. വാക്കൊക്കെ എന്ത് വാക്കെന്നറിയാമോ? കർത്താവ് കൊടുക്കാമെന്നിട്ട് പറയും, എനിക്ക് വേണ്ട, ഞങ്ങൾ മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളപ്പിൽ ജീവിച്ചോളാം. കാരണം അടുത്ത വാക്യത്തിൽ പറയാൻ താഴെ ഒരു വാക്യമുണ്ട്, നല്ലൊരു ഉദ്ധാരണം കൈക്കൊള്ളേണ്ടതിന്. നല്ലൊരു ഉയർപ്പല്ലേ?
നല്ല ഉദാഹരണം തന്നെ. നല്ല ഉദാഹരണം കൈക്കൊള്ളേണ്ടതിന് അവർ സ്വയം ഭേദ്യമേറ്റു, സ്വയം ആ കഷ്ടം അനുഭവിച്ചു. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയത്തില്ല ഇതൊക്കെ ഏത് ഗ്രേഡ് ടീമാണെന്നൊക്കെ അല്ലേ. കാരണം അതിനപ്പുറം ആ ദർശനം അകത്ത്, ആ ലോകത്തെ മാറ്റിയിട്ട് ലഭിക്കാൻ പോകുന്ന മനോഹരമായ ദേശമകത്ത് വീഴണം. നമ്മളെ കാത്തിരിക്കുന്ന പിതാവ് അല്ലേ, നമുക്ക് മുന്നേ കടന്നുപോയി അനുഭവിച്ച് മടങ്ങിപ്പോയ കർത്താവ്, ആ കർത്താവിൻ്റെ പുറകെ പോകുന്നത്. അതുകൊണ്ട് ലോകം പിന്നെ നമുക്ക് എന്തിനാ? ഇവിടെ പേരും കഷ്ടപ്പെട്ട് നമ്മളെ ഒക്കെ ഉണ്ടാക്കിയാലും നമ്മൾ കാലം കഴിഞ്ഞ പിന്നെയൊക്കെ പോയില്ലേ. ഇത്രയും വർഷം സമ്പാദിച്ച മുഴുവൻ വേണ്ടെന്നല്ല, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം. ഇവിടെ അപ്പനമ്മമാരോട് പറയുക, നിങ്ങൾ മക്കൾക്ക് വേണ്ടി ആവശ്യമായത് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും ചെയ്യാതിരിക്കുക, അത് ഒരിക്കലും ഞാൻ പറയത്തില്ല. ആവശ്യമായതൊക്കെ ചെയ്തിരിക്കണം നമ്മളെല്ലാം. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? അപ്പോൾ തന്നെ നമ്മുടെ ദർശനം എന്തായിരിക്കണം? അതുമാത്രമായിരിക്കണം. അവിടെ ദേഷ്യമൊന്നുമില്ലല്ലോ അവർക്ക് അല്ലേ. ഞാനത് ഇത്തിരി കുറച്ച് പറഞ്ഞത് അത് കയറാൻ വേണ്ടി പറഞ്ഞത്, അല്ലാതെ അത് ഒരിക്കലും നിങ്ങൾ ഒന്നും ആഗ്രഹം വേണ്ടെന്ന് പറഞ്ഞതല്ല. 1 കൊരിന്ത്യർ 4:9 4:9 1 കൊരിന്ത്യർ ലേഖനം. ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുന്നു. ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവനായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. മരണം വന്ന അമ്മാനമാടുകയാ പൗലോസിൻ്റെയൊക്കെ മേൽ കിടന്നിട്ട്. യേശു ഒരു പ്രാവശ്യമേ 39 അടി കൊണ്ടുള്ളൂ. പൗലോസ് 5 പ്രാവശ്യം 195 അടി കൊണ്ട് പുള്ളി. എത്ര മരണത്തിൽ കൂടെ കടന്നു പോയത്, എത്ര എന്തുകൊണ്ടെന്നറിയാമോ? ഇത് സഹിക്കാൻ എവിടെ നിന്ന് കിട്ടി കൃപ? ദർശനം. അതാണ് നമ്മുടെ അകത്ത് ഫോക്കസ്. ദർശനമില്ലെങ്കിൽ നമ്മൾ പിറുപിറുത്തിരിക്കും. നമ്മൾ നേരത്തെ സ്തമക്ക് പറ്റിയതുപോലെ അവർ കൂടാരങ്ങളിൽ പിറുപിറുത്തു. ഇതൊക്കെ പറഞ്ഞതുപോലെ വാക്കുകൾക്ക് അവിടെ പറയേണ്ടി വരും നമുക്ക്. ഓക്കെ, എന്തുമാകട്ടെ, ഈ ലോകത്തിനും ദൂതന്മാർക്കും ഓൾറെഡി ദൂതന്മാരുണ്ട് ഇവിടെ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കേണ്ട, നമുക്ക് സ്പെഷ്യൽ, ഓരോരുത്തർക്കും സ്പെഷ്യൽ ദൂതന്മാരുമുണ്ട്. ഇടത്താണോ വളർത്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എവിടെയോ നമുക്കൊരു ദൂതന്മാരൊക്കെ ഉണ്ട് നമ്മളെ കാത്തു പരിപാലിക്കുവാൻ. നമുക്കൊരു വീഴ്ച പറ്റിയാൽ അപ്പത്തന്നെ അവിടെ എത്തിക്കുവാൻ. ഓരോരോ കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിലുള്ള ഒരു പിശാചിനെ ഇളക്കുവാൻ നമുക്കും നിൽക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ശക്തനാണ് പറഞ്ഞിരിക്കുന്നത്. അവനെക്കുറിച്ച് ശക്തൻ, ബലവാനെ തകർക്കുവാൻ, ശക്തനെ തകർക്കുവാൻ അശക്തരായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇല്ലേ. ജ്ഞാനിയെ തകർക്കുവാൻ ജ്ഞാനമില്ലാതെ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവന് കഴിവുകൊണ്ടൊന്നുമില്ല കേട്ടോ പിശാചിന്, അവന് കഴിവുള്ളവൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ കൂടെ ആരുണ്ട്? കൂടെ നടക്കുവാനും അല്ലേ, നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടുപോകാനും കഴിവുള്ളവൻ ഇവിടെ ഉണ്ട്. പൗലോസിന് പത്രോസിനെയൊക്കെ പാറ്റേണ്ടത് പിശാച് ചോദിച്ചു, കർത്താവ് വിട്ടുകൊടുത്തില്ല. കർത്താവിനെ അറിയാം, പിന്നെ അഡ്രസ്സ് പോലും കാണത്തില്ലെന്ന്. പക്ഷേ ആത്മസ്ഥാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ വിട്ടുകൊടുത്ത്, നീ പൊക്കോളാന്ന് പറയും. കാരണം ആത്മസ്ഥാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അറിയാം പിന്നെ ഒന്നേ ഉള്ളകത്ത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതിനു മുമ്പ് കർത്താവ് പേടിച്ചു പോയി. ഞാനെങ്ങനെ ഇനി കൈവിട്ടാ പിന്നെ ഇവന് അല്ലെങ്കിൽ തന്നെ ഇത്തിരി ബലഹീനനാണ്. എടുത്തിയാട്ടക്കാരനൊക്കെ തന്നെയാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ എടുത്തിയാട്ടമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ, ഇച്ചിരി ബലഹീന. പിശാച് പാറ്റാൻ ചോദിച്ചു, വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അഡ്രസ്സ് ഉണ്ടാവത്തില്ല. പക്ഷേ അങ്ങനെ അന്ന് കർത്താവ് സൂക്ഷിച്ചു വെച്ചു. പെന്തക്കോസ്താളിൽ ആത്മസ്ഥാനം വന്ന് അവൻ്റെ തലയിൽ ഹൃദയം അവൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോഴുണ്ടല്ലോ പിന്നെ എഴുന്നേറ്റ് നിൽക്കുക. ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ രക്ഷിക്കപ്പെടുന്നത്. ശാസിക്കുക, ജനങ്ങളെ ശാസിക്കുക. അവിടെ ആത്മഗോളത്തേക്ക് ശാസിക്കുക. എവിടെ നിന്ന് കിട്ടിയതൊക്കെ? ആത്മസ്ഥാനം. അതിൻ്റെ പവറാണത്. ഹല്ലേലൂയ. ആ ലക്ഷ്യം വീണു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്ത് കൂത്തുകാഴ്ച ആയാലും കുഴപ്പമില്ലെന്നേ. നമ്മൾ കൈകൊട്ടിപ്പാട്ടുകാരെ എന്തൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്? ബൈബിളെ പിടിച്ചു നടക്കുന്നതൊക്കെ വേറെ ജോലിയില്ലടാ എന്നൊക്കെ പറയും. വേറെ ജോലി എവിടെ? എന്ത് ജോലി എടുത്താലും അവസാനം ഇവിടെ തന്നെ കളയണ്ടേ? കാരണം ഇത് നമ്മൾ ചെയ്യുന്ന ജോലി മനോഹരമായ ജോലിയാണ്, അത് നശിക്കാത്ത പ്രതിഫലമുള്ള ജോലിയാണ്. അത് കണ്ടു. ഇന്ന് ചെയ്യുന്ന പ്രതിഫലം നമുക്കൊരു പക്ഷേ ഇല്ല, ഇന്ന് പക്ഷേ നിന്ന ഈ പരിഹാസമൊക്കെ ആയിരിക്കാം. പക്ഷെ ചെയ്യുന്ന വേലയ്ക്ക് പ്രതിഫലമുണ്ട്. അതിവിടെ കിട്ടിയില്ലെങ്കിലും അവിടെ ഉറപ്പാ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, കാന്ത തൻ്റെ തല ഒരുക്കിയിരിക്കുന്നു, അവളുടെ നീതി പ്രവർത്തികളത്തെ അവളുടെ ഡ്രസ്സ്, കല്യാണ ഡ്രസ്സിന്, വസ്ത്രത്തിന് തൊങ്ങൽ കൂടിക്കൊണ്ടിരിക്കുന്നത്, തിളക്കം കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ ഇപ്പൊ നോക്കി മൊത്തം അഴുക്ക, 2 പ്രാവശ്യം ഇട്ടതാ, എന്നാലും കുഴപ്പമില്ല അല്ലേ. അഴുക്ക പ്രശ്നമില്ലെന്നേ. അതൊക്കെ കല്യാണ ഡ്രസ്സിന് വെളിച്ചം കൂടുകയാ. വായിച്ചിട്ട് 19-ാം അധ്യായം 5-ാം വാക്യം 6-ാം വാക്യമൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത യോഹന്നാൻ 15-ാം അധ്യായം 18-21 വാക്യങ്ങൾ, 18 മുതൽ. ലോകം നിങ്ങളെ, നമ്മൾ പഠിച്ചതാണ് നേരത്തെ പറഞ്ഞല്ലേ.
ഓക്കെ, ഞാൻ നേരത്തെ എടുത്തതാണ്. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഹൃദയത്തിൽ ദർശനങ്ങൾ മുന്നോട്ട് കടന്ന് വീട്ടെ ആ ദർശനമാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മെ മുന്നോട്ട് ആഞ്ഞും കൊണ്ട് ഓടാനുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ആ ദർശനമാണ്. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഓട്ടോ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മിനിസ്ട്രിയും ഓട്ടോ ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ പുതിയ പ്ലാറ്റ്ഫോമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി മോർണിംഗ് സർവീസിൽ ഇപ്പോൾ രാവിലെ 5:30 ഒരു ചെറിയൊരു 5 മിനിറ്റോ 3 മിനിറ്റൊക്കെ ഉള്ള ചെറിയ മെസ്സേജുകളൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു വോയിസ്, ചെറിയൊരു പ്രസംഗം, പ്രബോധന വാക്യങ്ങൾ അല്ലേ, ഒരു അന്നൊന്നും ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ ദൈവം തരുന്ന ഏതെങ്കിലും വെളിപ്പാടുകളൊക്കെ സംസാരിക്കാതെ നമുക്ക് വേദികൾ ഒരുങ്ങുകയായി ഇനി ഒരുപാട്. ഇതൊക്കെ നമ്മുടെ വലിപ്പം കൂട്ടാൻ വേണ്ടിയല്ല, എത്രത്തോളം നമ്മൾ കേൾക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഹൃദയം പറ്റിച്ചേരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ലേഡീസ് മീറ്റിംഗ്, ഓൺലൈൻ ലേഡീസ് മീറ്റിംഗ് എന്തിനു വേണ്ടിയാണ്? അറ്റ്ലീസ്റ്റ് ഒരു 3 പേരെങ്കിലും ആ ലേഡീസ് ഓൺലൈൻ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നുണ്ട്, മീൻസ് വചനം പറയുന്നുണ്ട്. അവർക്ക് വേദികൾ ഒരുക്കുകയാണ് അല്ലേ. ഇവിടെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കൈകാലം വിറവലൊക്കെ മാറി ഇപ്പോൾ എല്ലാവരുടെയും. പതിയെ പ്രസംഗിക്കുക, അത് വേറെ കാര്യം. പതിയെ പ്രസംഗിക്കല്ലേ, തമാശ പറഞ്ഞിടന്നില്ല. എന്തുവാട്ടെ, ധൈര്യം വന്നു. പണ്ട് കിട്ടുകിട്ടാ വിറച്ചുകൊണ്ടാണ്, പക്ഷെ ഇന്ന് ധൈര്യം വരികയാണ്. ഇവിടെയൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിക്കവാറും എല്ലാവരും തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പ്ലാറ്റ്ഫോം ഒരുക്കി തരിക നമുക്ക്. അത് അവസരങ്ങൾ നാളെ കിട്ടുമെന്ന് അറിയത്തില്ല. അവസരങ്ങൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവിടെ ദൈവാസന്മാർ പറയുക, ഈ ആഴ്ച അത് ചെയ്യുക, ഒരു പ്രബോധിപ്പിക്കുക, ചെയ്യാ പാസ്റ്റേ എന്ന് പറഞ്ഞ് ചെയ്യണം നമ്മൾ. അവിടെ കർത്താവ് കൂടെയുണ്ട്. ഞാനിവിടെ കഴിഞ്ഞ ആഴ്ചയൊക്കെ എല്ലാവരും പലരും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും പ്രസംഗിക്കുന്നത്, പക്ഷേ 100 പ്രസംഗിച്ചതുപോലെയുള്ള ധൈര്യത്തോടെ കയറി നിൽക്കുക. നിങ്ങളുടെ ധൈര്യമല്ല, ആത്മാവിൻ്റെ ധൈര്യത്തോടെ. അത് ഭയങ്കര എന്നെ അങ്ങനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്തുമാവട്ടെ, വിട്ടുപോകുന്നു. അത് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നാളെ അവസരം ഉണ്ടാവത്തില്ല, ഉള്ള കാര്യം ഞാൻ പറയാം. ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും അധികമായി ആ പ്രാർത്ഥനയോടെ അത് ഉപയോഗിച്ചാൽ, ദൈവപ്രസാദം കിട്ടിയാൽ ഈ തലമുറയിൽ നിങ്ങളെയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചിരിക്കും. ഹല്ലേലൂയ, ശക്തമായിട്ട് ഉപയോഗിച്ചിരിക്കും. ഈ ലോകത്തെക്കുറിച്ച് പഠിക്കുന്ന മറ്റൊരു വേദവാക്യങ്ങൾ നമുക്ക് 1-2 വാക്യം നോക്കാം. ലോകം ഒരു മായയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ശലോമോനെ കുറിച്ച്. ആ ശലോമോൻ്റെ യൗവനകാലം, നല്ല യൗവനകാലം, തിളച്ചു നിൽക്കുന്ന പ്രായത്തിൽ ഉത്തമഗീതമൊക്കെ എഴുതി. നല്ല പുസ്തകം ഉത്തമഗീതം. ഓക്കെ, പഠിക്കാൻ പറ്റുക, എപ്പോഴും പഠിക്കാം. ആ ശലോമോനും ശൂലേമിക്കാരത്തെയും ശലോമോനായിട്ടുള്ള ആ ബന്ധത്തിൽ അല്ലേ, ആ പ്രണയബന്ധത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് മനോഹരമായി പഠിപ്പിക്കുന്ന പുസ്തകമാണ് നമ്മുടെ ഉത്തമഗീതം, സോങ് ഓഫ് സോങ് എന്ന് പറയുന്ന പുസ്തകം. തുടർന്ന് പതിയെ അദ്ദേഹത്തിന് ഇപ്പോൾ ലോകം കയറി, ജാതീയ സമ്പ്രദായം കയറി വീഴാൻ തുടങ്ങിയപ്പോൾ പിന്നീട് കാണുന്ന പുസ്തകങ്ങളിൽ അവസാനം വരുമ്പോൾ അദ്ദേഹം പാപത്തിൽ വീണ ശേഷം എഴുതിയ പുസ്തകമാണ് ഏത്? സഭാപ്രസംഗി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പിന്നീട് കാണുന്ന മുഴുവനും പതിയെ പുള്ളിയുടെ വീഴ്ചകൾ സംഭവിക്കാൻ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അവസാനം പുള്ളി പറയുന്ന മുഴുവനും, ഈ ശലോമോൻ പറയുന്ന മുഴുവനും പിച്ചുംപേയാണ് പറയുന്നത്. പക്ഷെ പിച്ചുംപേയാണെങ്കിലേ സാധനം വേറെ സാധനങ്ങളാണ്. അതിൻ്റെ വെളിപ്പാടുകൾ വേറെയാണ്, അത് വേറെ കാര്യം. ആത്മാവിൽ അത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ശലോമോനെ മറ്റൊരു ശലോമോനായി മാറിയേക്കും. ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന് കൂട്ടുപിടിച്ച് പഠിക്കുന്നില്ലെങ്കിൽ സഭാപ്രസംഗി പഠിച്ചാൽ നമ്മളും ശലോമോനെ പോലെ ആയിക്കളയും. പക്ഷേ ആത്മാവിൽ ഉപയോഗിച്ചാൽ ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയൊരു പുസ്തകം കൂടിയാണ് സഭാപ്രസംഗി എന്ന് പറയുന്നത്. കാരണം അതിൽ 38 പ്രാവശ്യമാണ് മായ. മറ്റേ ചേച്ചിയുടെ പേരല്ല മായ എന്നല്ലേ, ഇത് വേറെ മായ അല്ലേ, വാനിറ്റി എന്ന് പറയുന്ന മായ. ഈ മായയെക്കുറിച്ച് 38 പ്രാവശ്യമാണ് ചെറിയ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആളെ വീഴ്ച സംഭവിച്ചു പോയി, രക്ഷയില്ല, പുള്ളിക്ക് രക്ഷയൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് അവിടെ വെച്ചും അദ്ദേഹത്തിന് ആദ്യകാലം മുതലുള്ള വെളിപ്പാടുകൾ ഒക്കെ എഴുതി വെക്കുകയാണ്. എന്നിട്ടും അവിടെ കുറേ വാക്ക് പറയുന്നുണ്ട്. 38 പ്രാവശ്യം മായ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുക. അതിൽ ഈ മായക്ക് ഒരു കുമ്പള പൊട്ടി, അതിനർത്ഥം ഈ മായ എന്ന് പറയുന്നത് ഈ അവിടെ ഒരു കുമ്പളയെ പോലെ എഴുതിയിട്ടുണ്ട്. ഒരു കുമ്പള ഈ പുഴ കടൽക്കരയിലേക്ക് വെള്ളം വന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുമ്പള പോലെ പൊങ്ങി വരും അല്ലേ. നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ സോപ്പിടുമ്പോൾ ഒരു കുമ്പള വരും. പക്ഷെ എത്ര നേരം നിൽക്കും? അതൊക്കെ പെട്ടെന്ന് മാഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. മേഘം ക്ഷയിച്ച് മാഞ്ഞു പോകുന്നത് പോലെ എന്നൊക്കെയാണ് യോബൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. മേഘം ക്ഷയിച്ച് 7-ാം അധ്യായത്തിൽ മേഘം ക്ഷയിച്ച് മാഞ്ഞു പോകുന്നത് പോലെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത്രയൊക്കെ ഉള്ളത് ഈ ലോകത്തിൻ്റെ മനോഹാരിതയും എല്ലാം അതിനെ പിന്നീട് പഠിക്കാം. അതെല്ലാം ഒരു കുമിള പോലെ മാത്രമാണെന്നാണ് ശലോമോൻ്റെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ കാണാം. മായ എന്ന വാക്കോടുകൾ മധ്യത്തിൽ പഠിക്കുമ്പോൾ കാണുന്നത്. അതിൽ 21 പ്രാവശ്യമൊക്കെ ശലോമോൻ ഒരു വാക്യം എടുത്ത് പറയുന്നുണ്ട്. ആകാശത്തിന് കീഴേ, സൂര്യന് കീഴേ എന്ന വാക്കുകളൊക്കെ
അദ്ദേഹം എടുത്തു പറയുന്ന വാക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് അല്ലേ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറി. ഇതായി കാലം കഴിഞ്ഞു, കൃപയിൽ നിന്ന് വീണു, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കൃപയിൽ നിന്ന് വീണുപോയി. പിന്നീട് ആകാശത്തിന് കീഴേ, സൂര്യന് കീഴെ എന്ന വാക്കുകൾ കാണുന്നത്. നിങ്ങൾ അതൊക്കെ ഓരോ ലൈൻ കാണുമ്പോൾ അവിടെ അണ്ടർലൈൻ ചെയ്തൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലാകും. അപ്പോൾ 21 പ്രാവശ്യമാണ് ചെറിയ പുസ്തകത്തിൽ വീഴ്ച സംഭവിച്ച ശലോമോൻ്റെ വാക്കുകൾ. ലോകം മുഴുവനും മായ എന്നാണ് പറയുന്നത് അല്ലേ. ഇത് മായാണോ? നമ്മൾ മായായിട്ട് ജീവിക്കുന്നവരല്ല, ഒരിക്കലും അല്ല. ഒരു പ്രത്യാശ ജീവിക്കുന്നവരാ നമുക്ക്. ഹല്ലേലൂയ. വിളിച്ചവൻ ഉറപ്പുള്ളവനാ. അവൻ നിത്യനായ ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ആ ഒരു മായായിട്ടല്ല പിന്നീട് നമ്മൾ കാണുന്നത്. വിടുവിക്കുമായിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ മായ, കർത്താവ് എന്നെ സൗഖ്യമാക്കുമായിരിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ മായ. ഉറപ്പില്ല നമുക്ക്, അവൻ്റെ വാചകത്തിൽ വിശ്വാസവും ഇല്ല. ഇനി നല്ലൊരു ആത്മീയനാണെങ്കിൽ പറയും, അവൻ സൗഖ്യമാക്കിയാലും സൗഖ്യമാക്കിയില്ലെങ്കിലും അവൻ എൻ്റെ അപ്പനും ഞാൻ അവൻ്റെ മകനും തന്നെയാണ്. ഇതാ യഥാർത്ഥ ആശ്രയം എന്ന് പറഞ്ഞ വിശ്വാസത്തിന് മറ്റൊരു ലെവൽ ആശ്രയം എന്ന് പറയുന്നത്. അത് ഏറിയ ഒരു കൂടുതൽ ലെവലാണ്. കാരണം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ബന്ധം മുറിയത്തില്ല. ഇത് എൻ്റെ മോൾ അവിടെ പുറകിലിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബന്ധം പിരിയൂ? ഇതേ ഭാര്യ ഞങ്ങളുടെ ബന്ധം പിരിയൂ? പറ നിങ്ങൾ. ഒന്നുമില്ല. ഇത് അപ്പനും മകളും എന്ന ബന്ധമാണതൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൾക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവളെൻ്റെ മോളും ഞാൻ അവളുടെ പിതാവും തന്നെയാണ്. ഈ ഒരു വെളിപ്പാടൊക്കെയാ ഈ ദൈവമായുള്ള നമുക്ക് ആവശ്യമായി ഇരിക്കേണ്ടത്. 10 പ്രാവശ്യത്തോളം നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ഏടുകൾ, എന്താ പറയുക, ഏടുകൾ എന്ന് പറഞ്ഞാൽ അല്ലേ, ഓരോ സന്ദർഭങ്ങൾ എടുത്തു വെച്ച് നിരത്തി കാണിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ ശലോമോൻ. എന്താ പറയുക, ജീവിതത്തിലെ ഓരോ ഏടുകൾ എടുത്ത് പറഞ്ഞിരിക്കുക. അവിടെയൊക്കെ മായ അല്ലേ. ഞാൻ കണ്ടു, അത് ഞാൻ അതിന് ഒന്നുമില്ല എന്ന് തിരിച്ചു പറയുന്ന അവസാനം പറയുന്നുണ്ട്. അതും ഒന്നുമില്ല. ഇത്ര അധ്വാനിച്ചു, അവസാനം ഒന്നുമില്ല. എല്ലാം വിട്ടുകളെ. ഓരോരോ ഏടുകൾ സമ്പത്തുണ്ടാക്കുന്നതും ജ്ഞാനം പ്രാപിക്കുന്നതും അല്ലേ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? എല്ലാം എടുത്തു പറയും. ഓരോരോ 10 പ്രാവശ്യം ഓരോരോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭൗതിക നന്മകൾ വരുമ്പോൾ അവസാനം ഒന്നുമില്ല അല്ലേ. ജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞോ ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഈ 10 പ്രാവശ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ഏടുകൾ എടുത്ത് പറയുന്നത്. നമുക്ക് പഠിക്കേണ്ട വിഷയമാണ് അതൊക്കെ. ഹലോ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പ്രായോഗിക ജീവിതമായി ബന്ധപ്പെട്ട് കിടക്കുക അതല്ല. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് മായല്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. നമ്മുടെ ജോലി മായാണോ? ഒരിക്കലും മായല്ല. എനിക്ക് ചെറിയൊരു കോൺട്രാക്ട് വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്കിൽ നിന്ന് ഞാൻ ആരും പൈസ വാങ്ങാതെ മിനിസ്റ്റർ ചെയ്തു. ആ വർക്കിൽ നിന്നാണ് ഞാൻ ഇന്ത്യ മുഴുവനും സുവിശേഷീകരിക്കാനുള്ള സമ്പത്ത് കണ്ടെത്തിയത്. കാരണം ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നൊക്കെ കർത്താവ് എഴുതി വെച്ചിരിക്കുക. അതിന് കർത്താവ്, നീ ആരുടെ പോയി കൈന്നിട്ടുണ്ടാ അല്ലേ, ഒരു രശീത് കുറ്റിയല്ലേ, രശീത് കുറ്റിയാൽ നീ പിരിവെടുക്കുകയും വേണ്ട, ഒന്നും വേണ്ട, നീ മിനിസ്റ്റർ ചെയ്ത പോലെ ആ സഭയിൽ പോയി കാത്തിരിക്കേണ്ട പൈസക്ക് വേണ്ടി. അങ്ങനെ നീ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ജോലി ഏൽപ്പിച്ചു. അതെനിക്ക് അങ്ങ് വെളിപ്പാടായി. എനിക്ക് മനസ്സിലായി, എൻ്റെ ജോലി ഞാൻ കിട്ടുന്നതിന് 10% കൊടുത്ത് പറ്റിക്കുന്ന പരിപാടിയല്ല, കിട്ടുന്നത് മുഴുവൻ അവിടത്തേക്കുള്ളതാണ്. അത് മനസ്സിലായില്ലെന്ന് തോന്നുന്നത്. ആ വെളിപ്പാട് ചെറുപ്പത്തിലെ രക്ഷയിലേക്ക് വന്നു. ഞാൻ പഠിക്കാൻ തുടങ്ങി, ഇവിടെ നിന്ന് വിട്ടുപോയി, നുലേഫ് വിട്ടുപോയി, പിന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതകത്തേക്ക് വെളിപ്പാടായി കയറി. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് അവൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്, രാജ്യം പണിയാൻ വേണ്ടിയുള്ളതാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കിട്ടുന്ന നന്മ മുഴുവനും അതിൽ നിന്ന് വേണമെങ്കിൽ ദശാംശം എടുത്തേക്കാം അല്ല, ഉണ്ണാനും കൊടുക്കാനും ബിരിയാണി കഴിക്കാനൊക്കെ ഞങ്ങൾ എടുക്കും. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവൻ കർത്താവിനുള്ളതാണ്. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഇതൊക്കെ സാക്ഷികൾ, നല്ല നിവർന്നെന്ന് പറയാൻ പറ്റിയ സാക്ഷ്യങ്ങളാണ്. കാരണം ഇതെല്ലാം അവൻ്റെയാ. ഞാൻ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവനെന്നെ ഈ തലമുറയിൽ ഉപയോഗിക്കാൻ കാത്തിരിക്കുകയാണ്. അതിന് മിനിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമായ സമ്പത്ത് ആരുടെ മുമ്പിൽ കൈനീട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം തരാൻ വേണ്ടി ഞാൻ ജനിച്ച് വന്നപ്പോൾ തന്നെ 10ാം ക്ലാസ് പ്രീ ഡിഗ്രി +2 ഞങ്ങൾക്ക് ഇല്ലാത്ത ആൾക്കാരാണ്. ഞാനൊക്കെ SSC. അതുകൊണ്ട് എല്ലിൻ്റെ കുറവ് എനിക്ക് ഉണ്ട് താനും അല്ലേ. SSC ഉള്ള ആൾ കണ്ടിട്ടുണ്ടോ? SLC അല്ല, SLC അല്ലേ. ഞാൻ ഒരു വർഷം ഉണ്ടല്ലോ SSC ആണ്. എല്ലില്ലാത്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അതിൻ്റെ കുറവുണ്ട് ഞങ്ങൾക്ക് അല്ലേ. അതൊക്കെ ദൈവം കണ്ടുവച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ജീവിതവും നമ്മുടെ ജോലിയും സമ്പത്തൊക്കെ ദശാംശം കൊടുത്ത് കർത്താവിന് മയക്കുന്ന പരിപാടി, ഇത് മുഴുവൻ അവൻ്റെയാ. ഈ ശ്വാസം പോലും അവൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഈ ഉള്ളത് മുഴുവൻ അവൻ്റെ ദാനമാണ്. നമുക്ക് എന്ത് അഹങ്കരിക്കാനിരിക്കുന്നു? പിന്നെ ദശാംശം കൊടുത്ത് നമ്മൾ കർത്താവിനെ പറ്റിക്കേണ്ടി വരും നമ്മളൊക്കെ അല്ലേ. ഇതൊന്നുമല്ല, എല്ലാം അവൻ്റെയാ.
ഇത് കണ്ട് വെളിപ്പാടായപ്പോഴാണ് എല്ലാം കർത്താവിൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി വിതറും. അതുകൊണ്ട് ആയിരക്കണക്കിന് 10,000 ആൾക്കാരൊക്കെ ഇന്ന് ഈ സത്യസുവിശേഷം കേൾക്കാൻ ഇടയായി തീർന്നത്. എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. അതല്ല നമ്മൾ മാസം മാസം കറക്റ്റായിട്ട് ഞാൻ ദശാംശം കൊടുത്തു ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇതിന് കള്ളത്തരമൊക്കെ ഉള്ള ആൾക്കാരല്ലേ. കൊടുക്കുക. കർത്താവിന് ദശാംശം വേണ്ട, നിനക്ക് കൊടുക്കണ്ടേ? വേണ്ട, കൊടുക്കുന്നെങ്കിൽ നല്ല മനസ്സോടെ കൊടുക്കുക. 10 രൂപ കൊടുത്തുള്ള നല്ല മനസ്സോടെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആ കർത്താവിന് നമ്മുടെ പൈസ ഒന്നും വേണ്ടതേ, ഒന്നും വേണ്ട. നമ്മൾ ഒന്നും കർത്താവിന് വേണ്ട, നമ്മളെയാണ് ആവശ്യം കർത്താവിന്, നമ്മളെ ആവശ്യം. നമ്മൾ ദശാംശം കൊടുത്തില്ലെങ്കിൽ ശപിക്കപ്പെട്ടു. ഏത് പുസ്തകം, ഈ പുസ്തകമായിട്ട് നമുക്ക് ബന്ധമില്ല. ദശാംശം കൊടുത്തില്ലെങ്കിൽ ശപിക്കപ്പെടുന്ന പരിപാടി ഇതൊന്നുമില്ല ഇവിടെ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവണം നിൽക്കുക. അതുകൊണ്ട് എന്തുമാട്ടെ മുന്നോട്ട് കടന്നു പോകുന്നു. അപ്പോൾ ഇതുപോലെ ഈ 38 പ്രാവശ്യമാണ് ഈ മായ എന്ന് പറയുന്ന ഒരു പദം പൗലോസ് ഈ ശലോമോൻ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ നിന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇത്ര പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിന് മേൽ ഒരു പുതപ്പ് പോലെ വീണിരിക്കുക. കാരണം ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട്, നശിക്കാത്ത ലോകം അല്ലേ, നശിക്കാത്ത ലോകം. ഇതിനപ്പുറം ഒരു ലോകമുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഉത്തരദിക്കിൽ നമുക്ക് ഉയർച്ച എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് ഉയർച്ച എവിടെ നിന്നാണ് വരുന്നത്? UK എന്നാ? എന്താ പറയുക? UK എന്നാണ് എവിടെന്നാ നമുക്ക് ഉയർച്ച വരുന്നത്? കിഴക്ക് നിന്നുമല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്കുമൊന്നുമല്ല, പിന്നെ എവിടെ നിന്നല്ലേ? ഞാൻ പറഞ്ഞ കൃത്യമായി എൻ്റെ അപ്പൻ്റെ ഭവനം എവിടെയാണെന്ന് എനിക്കറിയാം. ഇവിടെ ഈ ആഴ്ച അവിടെ ജിനിമോളൊക്കെ നാട്ടിൽ പോവുക, തെക്കോട്ടാണ് പോകുന്നത്, തെക്കോട്ട് അവിടെ കൊല്ലത്തെ നാട്. കാരണം അവർക്ക് വണ്ടി കയറുന്ന അവർക്ക് ആരും പഠിപ്പിക്കേണ്ട ഒരു ഗൂഗിൾ മാപ്പും വേണ്ട, ഒന്നും വേണ്ടില്ല അല്ലേ, ഒരു മാപ്പും വേണ്ട. അവർക്ക് കറക്റ്റായിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളും. കാരണം അവരുടെ സ്വന്തം നാടാണത്. ഹല്ലേലൂയ, സ്വന്തമാണത്. ഈ ഞാനിടയ്ക്ക് പറയാറുണ്ട്, ഇവിടെ പണ്ടൊക്കെ ചന്തയിൽ പോകണം, ചന്തയിലൊക്കെ ഈ കൃഷി സ്ഥലത്തു നിന്നൊക്കെ വെണ്ടയ്ക്ക് വഴുതനയൊക്കെ കിട്ടി ആ കൃഷി ചെയ്ത സാധനമൊക്കെ എടുത്തുകൊണ്ട് കാളവണ്ടിയിലേക്ക് കയറ്റിയിട്ടിട്ട് ആ കാളവണ്ടി ആ പച്ചക്കറിയൊക്കെ അത് വിൽക്കാൻ ചന്തയിൽ കൊണ്ടുപോകും. യജമാനൻ കൃഷിക്കാരൻ ചന്തയിൽ കൊണ്ടുപോകും, തിരിച്ച് വീട്ടിലും വരും. ഈ എല്ലാ ആഴ്ചയിലും ഈ കൃഷിക്കാരൻ ഇതേ ജോലിയാണ് ചെയ്യുന്നത്. അവസാനം പച്ചക്കറിയൊക്കെ കയറ്റിയിട്ട് ആ വണ്ടി ഡിക്കല്ലോ അല്ലേ, കാളവണ്ടി ഡിക്കിലിട്ടിട്ട് ആ കാളവണ്ടിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി, കറക്റ്റായിട്ട് ആ കാള കൂടൊക്കെ എത്തിച്ചോളും. കാരണം അത് ശീലമായി പോയി. ഇനി അതൊക്കെ വിറ്റിട്ട് ആ കൃഷിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി, കറക്റ്റായിട്ട് കാള വീട്ടിലെത്തിച്ചിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എന്തുവാകട്ടെ, ഇതിനപ്പുറം ഒരു ലോകമുണ്ട് നമുക്ക്, ദൈവരാജ്യം, 7th കിങ്ഡം, നമ്മുടെ അപ്പൻ്റെ നാട്, എൻ്റെ നാട്. അത് തടയിടുവാനൊരു മായ പോലെ, പുതപ്പ് പോലെ ഈ ലോകത്തിന് മേൽ വെച്ച് ഈ ലോകമെന്ന് പറയുന്ന പുതപ്പ് വിട്ടിരിക്കുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ലോകത്തിൽ പുതപ്പ് പോലെ ഒരു മായ ഇട്ട് വെച്ചിരിക്കുക. ആ പടത്തിൽ അങ്ങനെയൊക്കെ എനിക്ക് ഒപ്പിക്കാൻ പറ്റുള്ളൂ, വരച്ചില്ലേ, വേറെ കൂടി പറ്റണില്ല. ഈ ലോകത്തിന് മേൽ ലോകമെന്ന് പറയുന്ന മായ ഇട്ടിരിക്കുക. അതിനൊരു ലോകമുണ്ടെന്ന് ആർക്കാ അന്വേഷിക്കുന്നത്? ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ തന്നെ പറയും, എടാ പഠിച്ച് നീ വലിയവനാകണം. നമ്മളെ ജാതി മക്കളൊക്കെ പറയാറില്ലേ, നമ്മൾ പണ്ട് അങ്ങനെ നമ്മളെ മക്കളെ കുറിച്ച് ആഗ്രഹിച്ചതാക്കിയ, പഠിച്ച് വലിയവനാകണം, ഐഡിയ സ്റ്റാർ സിംഗർ ആകണം ഇല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിലെ ആരെ തല ചവിട്ടിലാണെങ്കിലും അവൻ 1ാം സ്ഥാനം കയറണം. ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് അവൻ കണ്ടാൽ അവൻ ചവിട്ട് മേടിക്കുകയുള്ളൂ, അവൻ ചവിട്ടത്തില്ല. ആരെ ഒന്നും വേണ്ടിയില്ല അല്ലേ. എൻ്റെ വീട് അതിനപ്പുറം, മായ എന്ന് പറയുന്ന പുതപ്പിനപ്പുറമാണ് എൻ്റെ വീട്. അത് കണ്ടവൻ ഈ ലോകത്തിലെ ചവിട്ടും നിന്നയും പരിഹാസവും അവൻ സ്വയമേക്കുക. അവനത് മറ്റത് അങ്ങനെയല്ല, ലോകക്കാർ അങ്ങനെയല്ല. മക്കളെ ഏത് വിധേനെങ്കിലും ചവിട്ടിട്ട് നീ എങ്ങനെയും 1ാം സ്ഥാനം പിടിക്കണോടാ അല്ലേ, പഠിപ്പിക്കുക. നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ. അപ്പം അതുകൊണ്ട് ഈ ലോകത്ത് ഈ ദൈവത്തെ അറിയാതിരിക്കുവാൻ, അല്ലെങ്കിൽ സ്വർഗീയ ദൈവത്തെ അറിയാതിരിക്കുവാൻ ഒരു മായ പോലെ, പുതപ്പ് പോലെ ഇട്ടിരിക്കുക ഈ പിശാച്. അത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നില്ല ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. അവർ ഇതിനപ്പുറത്തല്ലേ മുകളിലേക്ക് നോക്കി കാണാൻ പറ്റും, മായ കിടക്കുക അതിൻ്റെ മുകളിൽ. അതിനപ്പുറം ലോകമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. പിന്നെ നമ്മൾ പറയുന്നത് അവർ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ കഴിവോ അല്ല, നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അവന് നമ്മളെക്കാളേറെ വാഞ്ചയാ അവർക്ക് പരിശുദ്ധാത്മാവിന് അവനെ രക്ഷിക്കുക എന്നുള്ളത് അല്ലേ. അങ്ങനെയല്ലേ, സത്യമായിട്ടും അത് തന്നെയാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആത്മാവ് ഇടപെടാത്തോടത്തോളം കാലം നമുക്ക് മായക്ക് അപ്പുറം ഒരു ലോകമുണ്ടെന്ന് കാണാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ ദർശനം തരുവാൻ കഴിയത്തുള്ളൂ.
ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ അനേക വിശ്വാസികൾക്ക് ഇത് വെളിപ്പെടുന്നില്ല. അനേക വിശ്വാസികൾക്ക് ഇത് വെളിപ്പെടുന്നില്ല. കാരണം നമ്മൾ ഈ ലോകക്കാർ ഇപ്പോഴും ആ മായ പുതപ്പ് വീണിരിക്കുക. നമുക്ക് അതിനപ്പുറം ഒരു ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയേ മതിയാകത്തുള്ളൂ നമ്മുടെയൊക്കെ. അതുകൊണ്ട് ഈ ഇന്നിപ്പോൾ അനേക സഭകളിൽ സ്പോർട്സ് ഡേ ഉണ്ട്, എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഒരുപാട് കലാപരിപാടികൾ സഭകളിൽ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സഭയിലെ വിശ്വാസികളെയൊക്കെ പിടിച്ചു വെക്കുവാൻ, വാക്കിങ്ങനെ പിടിച്ചു വെക്കാന്നല്ലോ, എന്താ പറയുക, ഒരു മറ്റൊരു ജാതീയ ലോകത്തിലെടുക്കാം, ക്രിസ്തീയ മതമോ എന്തുമാകട്ടെ, ക്രിസ്തീയ മതം എടുക്കാം, എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിപാടില്ലെങ്കിൽ പോലും പറയാം. അവിടുത്തെ ഉള്ള വിശ്വാസികളെ മറ്റ് ജാതീയ അവിടുത്തെ പള്ളിയിലെ ആൾക്കാരെയൊക്കെ വിശ്വാസികൾ പോകാതിരിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങൾ ചെയ്യില്ലേ. ഞങ്ങൾ ഇവിടുന്ന് ഈ മുമ്പിൽ ഞങ്ങൾ ഒരു മണിക്കൂറോളം ഞങ്ങൾ കണ്ടതാണ്. ഈ നവംബർ 11 തീയതി എങ്ങാണ്ടും മരിച്ചവർക്കാ ഒന്ന് പറഞ്ഞേ, 1 തീയതി ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് കണ്ടതാ. മരിച്ചവർക്ക് വെള്ളം കൊടുക്കുന്ന പരിപാടി എന്തോ പറയാ, എന്തോ ആവട്ടെ ആ സാധനം അല്ലേ. മരിച്ചവർ മരിച്ചുപോയി. യോ പറയാം മേഘം ക്ഷയിച്ച് മാഞ്ഞു പോകുന്നില്ല, അവർ മാഞ്ഞുപോയി. ഇനി അവർക്ക് രക്ഷ വേറെ ഒന്നുമില്ല. അവർക്കിനി കുടിക്കുവാനോ ഉപ്പ് കുറവാടാ പുളി കുറവാണെന്നോ അവർക്ക് പറയാനും പറ്റത്തില്ല. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ അവരെ വിശ്വാസികൾ പതിയെ അവിടെ നിന്ന് മാറും. കാരണം അവർക്കറിയാം, കാരണം ഞങ്ങളുടെ അപ്പനൊക്കെ എങ്ങോട്ടാ പോയിരിക്കുന്നത്, അവർക്കൊക്കെ എന്താണെന്ന് അവർക്ക് തെളിവായി അവർ ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ സഭകൾക്കും ഈ മത സംഹിതകൾക്കൊന്നും രക്ഷയില്ല. ഒരു മതത്തിനും പിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഇതുപോലത്തെ നാട്ടുഭാഷ പറഞ്ഞ ഉടായ്പകളുള്ളത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. കൺവെൻഷനുകൾ, മറ്റെന്താ പറയുക, എന്തെങ്കിലും ഒരു ഉത്സവങ്ങളും പെരുന്നാളുകളൊക്കെ ഇല്ലെങ്കിൽ അവർക്കെന്താ ഇത്തിരി തൊട്ടുകൂട്ടാനും അല്ലേ അവർക്കത് അത് ഇല്ലെങ്കിൽ അവർ ചിന്തിക്കാൻ തുടങ്ങും, ഇവിടെ എന്താ ഇങ്ങനെ ഇല്ലേ. അവർ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഇടപെടും. അവർ ഈ മായക്കപ്പുറമുള്ള ലോകം കാണാൻ തുടങ്ങും. അവർ പിന്നെ ഓരോന്നായി പൊഴിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജാതീയ സമ്പ്രദായ മതങ്ങൾ നിലനിൽക്കുന്നത് പോലും ഇതാ. ഞങ്ങളുടെ ഹിന്ദു മതത്തിൽ നിന്നൊക്കെ പണ്ടായിരുന്നപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പരേതാത്മാവിനേകണമേ എന്നൊക്കെ പറഞ്ഞ് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും അല്ലേ. എന്നിട്ട് മക്കളെ കൊണ്ട് ബലിയിടണം. മകൻ ബലിയിടുമ്പോൾ കാക്ക കോന്ന് കാണിച്ചാൽ അപ്പം തിന്നുന്നാ പറയുന്നത്. ഞാൻ പറയും എന്തൊക്കെ ഇല്ലേ, ഇല്ലെങ്കിൽ കരയിപ്പിക്കും, എങ്ങനെയെങ്കിലും കാക്കനെ കൊണ്ട് കരയിപ്പിക്കും. എന്തൊക്കെ സമ്പ്രദായങ്ങളാണ് അതുള്ളത് കൊണ്ട് ആ മതം നിൽക്കുന്നത്. എൻ്റെ അച്ഛൻ എനിക്ക് 52 വയസ്സായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചുപോയ ശിവരാമൻ എന്ന അച്ഛൻ്റെ വലിയച്ഛൻ അച്ഛൻ്റെ പേര് കണ്ടിട്ടില്ല, എനിക്കറിയത്തുമില്ല. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛന് വേണ്ടി ബലിയിട്ടുകൊണ്ടിരിക്കുക. ഈ എവിടെയാ ആലുവ മണപ്പുറത്ത് ബലിയിട്ടുകൊണ്ടിരിക്കുക, ഇപ്പോഴും ബലിയിട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഞങ്ങൾക്ക് പോയാവല്ലേ, പുള്ളിക്കാരെത്തിയോ അല്ലേ ഉറപ്പില്ല. പക്ഷേ ആ സമ്പ്രദായം ഇല്ലെങ്കിൽ അവർ ചിന്തിക്കും. എല്ലാ ആലുവ മണപ്പുറത്ത് പോണ ദിവസം ഓർത്തിരിക്കുക. ആ ദിവസം ഇല്ലെങ്കിൽ അവർ ചിന്തിക്കും, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് എവിടെയാ പോയത്. ആ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ഏത് ജാതിയനാവട്ടെ അവനോട് ഇടപെട്ടുകൊണ്ടിരിക്കും. അതിനുവേണ്ടി മതങ്ങൾ ഒരുക്കി വെച്ചിരിക്കുക, ഒരു മായ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിനപ്പുറത്ത് ആ ദൈവരാജ്യം കാണുന്നത്. ഹല്ലേലൂയ. നമ്മളത് കണ്ടത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് മായം വന്ന് വീഴുന്നുണ്ട്. ഇടയ്ക്ക് മായ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ, മറ്റേ മായല്ല, ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിലേക്ക് പെട്ടുപോകുന്നു. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. അപ്പം അതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് ഈ ലോകം ചില സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. പിന്നീട് പഠിക്കുവാനെക്കുറിച്ച് ആഴമായിട്ട് മ്യൂസിക്, സിനിമ, സ്പോർട്സ് ഡേ. ഇപ്പം അനേക പെന്തക്കോസ് കോളത്തിൽ പോലും സ്പോർട്സ് ഡേ ഉണ്ട്. സ്പോർട്സ് ഡേ എന്നല്ലേ സ്കൂളൊക്കെ ഇല്ലേ, അഥവാ സ്പോർട്സ് ഡേ പെന്തക്കോസ് ചർച്ചുകളിലുമുണ്ട്. കാരണം ഇതില്ലെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതാണ് അവർക്ക് സന്തോഷം. മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്. പിന്നെ കൺവെൻഷനുണ്ട് നമ്മൾ നടത്തിയതാ, അത് വേറെ കാര്യം അല്ലേ, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതൊക്കെ വരുമ്പോൾ അവിടെ ഉത്സവം, അവിടെ പെരുന്നാൾ, നമുക്ക് കൺവെൻഷൻ, അത്രയ്ക്കേ ഉള്ളൂ. ഇതില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. ഇത്തിരി ഒരു എന്താ പറയുക അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാകൊണ്ടാണ്. ഇതൊക്കെ ലോകം നമുക്ക് എന്താ പറയുക, കർത്താവ് കൂടെ ഉണ്ടെന്ന് നമ്മളെ പറയിപ്പിക്കുക. അകത്തനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഓരോ സെക്കൻഡും പറയുന്നുണ്ടോ, നീ എൻ്റെ മകനാ മോനെ, നിൻ്റെ മകളാ മോനെ അകത്ത് പരിശുദ്ധന്മാർ പറയുന്നുണ്ടോ? ആരാ ദൈവമക്കള്? റോമൻ 8-ാം അധ്യായത്തിൽ ആരാ ദൈവമക്കള്? ആത്മാവ് നയിക്കപ്പെടുന്നത് മാത്രമല്ല, വേറെ വാക്യമുണ്ടല്ലോ 8-ന്റെ 14-ാം വാക്യമോ,
ആത്മാവ് നടത്തപ്പെടുന്നവനെല്ലാം ദൈവമക്കളാകുന്നു. അതിനെ കറച്ച വാക്യം. ആത്മാവിൽ നടത്തപ്പെടുന്നവരെല്ലാവരും ഓരോ സെക്കൻഡും പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാൻ. ഹല്ലേലൂയ. അത് കേൾക്കുന്നവന് ഒരു സ്പോർട്സ് ഡേ വേണ്ട, ഒരു കൺവെൻഷൻ വെച്ചോട്ടെ, കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞു മാത്രമല്ല. ഇനിയും വെക്കും നമ്മൾ വേറൊരു ആളെ കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്ക് വീണ്ടും എന്തുമാകട്ടെ, നമുക്കൊരു ചേഞ്ച് ഒക്കെ വിടാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. പക്ഷേ അതല്ല നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ. ഓരോ ദിവസം ഓരോ നിമിഷവും പരിശുദ്ധന്മാർ പറയുന്ന, നമ്മൾ പറയുക, നിനക്ക് വേണ്ടിലേക്ക് അവൾ വരും, കാത്തിരിക്കുക, നീ വേഗം വാടാ, ഉത്സാഹിക്കുക, ആ പാപം നീ ജയിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുക. പണ്ട് ചെയ്ത പാവങ്ങളിൽ നിന്ന് നമുക്ക് ഓർമ്മ പോലും ഇല്ല. ഇപ്പം കുറവൊന്നുമില്ല, അത് വേറെ ഒക്കെ പൊങ്ങി വരുന്നുണ്ട്. നല്ല കാര്യം, പൊങ്ങട്ടെന്നേ. ഈ ആയുസി പൊങ്ങി എല്ലാത്തിനും ജയിച്ച്, ആത്മാവിന്റെ ശക്തികൾ ജയിച്ച് പോട്ടെ, മുന്നേറട്ടെ നമ്മള്. ഹല്ലേലൂയ. അതിനു വേണ്ടി വിളിച്ചിരിക്കും നമ്മളെ. ഇന്നലെ ഒരു 1000 പാവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ 1000 കൂടി ഒരുമിച്ച് കാണിച്ച് നമ്മൾ പറയും, ഇല്ല കർത്താവ് ടാറ്റ, എന്നെ കൊണ്ട് ആവില്ല എന്ന് പോകും. പക്ഷേ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ അല്ലെങ്കിൽ ഇടക്കിടക്ക് ഓരോന്ന് പൊക്കിത്തരും. അപ്പോൾ പറയാം, ഇതും കൂടെ ഉള്ളു. അത് ജയിച്ചു കഴിയുമ്പോൾ അടുത്ത് ഇതും കൂടെ ഉള്ളു. കർത്താവിന് എന്ത് സൂത്രക്കാരെന്നറിയാമോ? നമ്മൾ ഏത് രീതിയിൽ അവിടെ എത്തിക്കും കർത്താവ്, ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് നമ്മളെ. അപ്പം അതുകൊണ്ട് ഇത് നമുക്കൊരു അങ്ങനത്തെ ഒന്നും വേണ്ട ആവശ്യമില്ല. ഒരു ഭക്തനെ സംബന്ധിച്ചോളം അവനും അതൊന്നും ആവശ്യമില്ല. ഒരു സ്പോർട്സ് ഡേ വേണ്ട, അല്ലേ, ഒന്നും ആവശ്യമില്ല. ഇവിടെ ചില ആൾക്കാരുണ്ടല്ലോ, പെന്തക്കോസ്തുകാരാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അല്ല അച്ഛനോ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോയി, നമ്മളെ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോയി, കറക്റ്റ് 16-ാം ദിവസമോ 40-ാം ദിവസമോ ആകുമ്പോൾ പ്രയർ വെക്കും വീട്ടിൽ. സ്തോത്രക്കൂട്ടം എന്നൊക്കെ പറയുന്നത്, തമിഴ്നാട്ടിലെ വാക്ക് സ്തോത്രക്കൂട്ടം എന്നൊക്കെ. ഇവിടെ എന്താ എനിക്കറിയത്തില്ല തമിഴ്. അപ്പോൾ വെക്കുമ്പോൾ ഞങ്ങളെടുക്ക് തമിഴ്നാട്ടിൽ മിക്കപ്പോഴും ഒരുപാട് ആൾക്കാരല്ലേ ഒക്കെ പരിചയക്കാരെ, മിക്കപ്പോഴും മരിപ്പൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലും. അപ്പോൾ ഇടയ്ക്ക് ഒരാഴ്ച ഞങ്ങളെ തങ്കപുത്ര കൂട്ടുവെക്കിപ്പോയി. ഒരു ദിവസം പുള്ളി റോട്ടിൽ ഒരു കല്ല് വെച്ച് എഴുതിക്കൊണ്ടിരിക്കും, 1 2 3 എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് പറ്റി, കളിയാണെന്ന് വെച്ച്. കളിയല്ലേ പാസ്റ്ററെ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ്. ഞാൻ പറയും എന്ത് പറ്റിയെന്ന് വെച്ച്. ഇന്ന് കറക്റ്റ് പുള്ളി മരിച്ചിട്ട് 16-ാമത്തെ ദിവസമാണ്. അപ്പോൾ പുള്ളി ഹിന്ദുന്ന് രക്ഷിക്കപ്പെട്ട് വന്നവനാ. പഴയ പോയിട്ടില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കും നമ്മൾ. 16 അടിയന്തരം ഇല്ലേ, ആ സാധനമാ. ഞാൻ പറയാം, നമ്മ ഒന്നും പോയിട്ട് അനേകം ഞാൻ സമയം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒരു ദിവസങ്ങൾ പഠിക്കും. അനേക ഉള്ളിൽ നിന്നൊന്നും പോയിട്ടൊന്നുമില്ല. ഈ ഇപ്പോഴും എന്താ പറയുക, ആ മിസ്രൈമിലെ ചുറ്റിലി പിന്നെ ചിക്കൻ മസാല ഒക്കെ കിടക്കുക വായിലും ഇടക്കിടക്ക് പൊങ്ങി വരിങ്ങനെ. കളഞ്ഞേ മതിയാവൂ സഹോദരങ്ങളെ, കാരണം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ് സ്വർഗത്തിലുണ്ട്. മിസ്രൈം മുഴുവനുമായി തകർത്തേ മതിയാകത്തുള്ളൂ. കയറിക്കും, തകർത്തേ മതിയാകത്തുള്ളൂ നമുക്ക്. ഈ ആയുസ് അതിനു വേണ്ടിയാ. ഹല്ലേലൂയ. പിശാച് പറയും, മറ്റെന്തെങ്കിലും പറയാൻ നമ്മളെ ശ്രദ്ധ കൊടുക്കും. നീ പോയി അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധ കൊടുത്ത് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടല്ലോ. നമ്മുടെ ലക്ഷ്യം മാറിപ്പോകും, ശുദ്ധീകരണം വിട്ടുപോകും, ഒരു ലോകത്തെ വെറുക്കേണ്ട കാര്യം മറന്നു പോകും നമ്മൾ. പിശാച് ജയിച്ചിരിക്കുക അവിടെ, പിന്നെ എവിടെയായിട്ടെങ്കിലും പിടിക്കും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അറിയുമ്പോൾ നമ്മുടെ പല്ലൊക്കെ പോയി, മുടിയൊക്കെ നിറച്ച്, അല്ലേ, മുടിയൊക്കെ പോയി വയസ്സായിരിക്കും നമ്മൾ. പിന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിവുണ്ടാകത്തില്ല. ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മ്യൂസിക്, സിനിമ, സ്പോർട്സ്, ഐഡിയ സ്റ്റാർസ് അവിടെ എഴുതിയിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, പൊളിറ്റിക്സ്, സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, എൻ്റർടൈൻമെൻറ്റ് ഒക്കെ ഇതൊക്കെ ഒരു പിശാച് തന്ത്രങ്ങളാണ്. അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ പഠിക്കും അതിനെക്കുറിച്ചൊക്കെ. ഇതെല്ലാം ഒരു ലോകമെന്ന് പറയുന്ന ഒരു പുതപ്പിട്ടിട്ട് നമ്മളെ മറച്ചു വെച്ചിരിക്കുക. അതിൽ നിന്ന് വന്നിട്ട് പോലും നമ്മൾക്ക് പോലും പലപ്പോഴും അത് വെളിപ്പാകുന്നില്ല. അങ്ങനെ ജാതിയുടെ കാര്യം പറയണോ, നമ്മൾ ജാതികളുടെ കാര്യം പറയണോ? നമുക്ക് പോലും, അല്ലേ, 2 കൊരിന്ത്യർ ലേഖനം 4-ാം വാക്യം പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിൽ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പന്നൊക്കെ വേണം ഈ ലോകത്തിലെ പ്രഭുവായ പിശാച് അവിശ്വാസികൾ നമ്മുടെ ബന്ധക്കോസുകാരുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് പോലും പലപ്പോഴും കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്താണ് സുവിശേഷമെന്ന് പോലും പലപ്പോഴും നമുക്കറിയില്ല. ഒന്നറിയാം, കർത്താവ് എനിക്ക് വേണ്ടി പാപത്തിന് വേണ്ടി വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടി. പക്ഷേ അവിടെ വേണ്ടി നമുക്ക് അടുത്ത ലെവലിലേക്ക് വളരണം. സുവിശേഷം എന്താണ്, യേശു എന്തിനാ വന്ന് പ്രസംഗിച്ചത്, എന്താണ് പ്രസംഗിച്ചത്, ആ പ്രസംഗം ഓരോന്നായി നമ്മൾ വിശകലനം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയത്തുള്ളൂ. കാരണം സ്വർഗത്തിനോട് പറയാൻ ആവശ്യമായതെല്ലാം പുത്രൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? സ്വർഗീയ പിതാവിന് എന്നോട് എന്തെല്ലാം പറയണമോ അത് ഒരു പ്രവാചകനല്ല പറയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അത് പറയേണ്ടത് പുത്രനാണ്, യേശു. അത് മനോഹരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. യേശുവിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ പിതാവിന് എന്നോട് പറയാനുള്ള മുഴുവനും അവിടെയുണ്ട്. 4 സുവിശേഷങ്ങളുണ്ട്. പിന്നെ അത് വിശദമായി പഠിപ്പിക്കുന്നതാണ്. ഈ സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോസ്തലന്മാർ ഒത്തിരി കൂടി വിശദമായി പഠിപ്പിക്കുന്നതാണ് ലേഖനങ്ങൾ മുഴുവനും. അത്രയേ ഉള്ളൂ. എന്നിട്ട് അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ ഒടുക്കത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുക.
ഇത്ര പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലോകം ഒരു മായ പോലെയൊക്കെ നമ്മളെ കബളിപ്പിക്കുക. ഞാൻ ഇതൊക്കെ പറഞ്ഞാലോ, ലുലുമാളിലേക്ക് പോയതാ, എന്തോ ഒരു 10 രൂപയുടെ സാധനം മേടിക്കാൻ വേണ്ടി പോയതാ, കയ്യിൽ നിന്ന് പോയത് 8000 രൂപ. പിരിവിടാന്ന് പറഞ്ഞ ആള് പിരിവ് തന്നുമില്ല, അത് മുഴുവൻ എൻ്റെ ഇന്ന് പോവുകയും ചെയ്തല്ലേ. അപ്പോൾ ഒന്ന് കയറിയ പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഒരിക്കലും ലുലുന്ന് കേൾക്കുമ്പോൾ തന്നെ കയ്യാനും പറക്കും. മോള് പറയും, ഒന്ന് വരുമോ, എനിക്ക് ഒന്ന് മേടിക്കാൻ പറഞ്ഞു. ഞാൻ വരാം, ഞാൻ ഇവിടെ കടയിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ്. കാരണം അങ്ങനെ പോയാൽ കണ്ണ് മങ്ങികളിച്ച് പോകും. ചുവപ്പ്, കറുപ്പ്, പച്ച എടുത്ത് ഇടും. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഇത് എന്താ, നമുക്ക് വലുതുള്ളതാണല്ലോ, നമുക്കെന്താ അഭിമാനമുള്ള ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. എന്നാൽ പിടിച്ചോ ഏറ്റവും കാണുന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ട് കൊടുക്കും, അകത്ത് മുഴുവൻ സങ്കടമായിരിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെ അതൊന്നും അത് വേണ്ട, ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. എന്തുമാകട്ടെ, ഇതുപോലെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അറിയാതെ പച്ചയും മഞ്ഞയൊക്കെ വെച്ചിട്ട് നമ്മളെ ആകർഷിക്കും. ഇതൊക്കെ ലോകത്തിലെ തന്ത്രങ്ങളാണ്. കാരണം അപ്പുറം കണ്ടിട്ട് പോലും ഇതാ ഗതികേട്ട് എന്ന് ആലോചിച്ചോളാം. നമ്മുടെയൊക്കെ ഇതുപോലെ കാണുമ്പോൾ നമ്മൾ ആയിപ്പോകുകയാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺമോഹത്തെക്കുറിച്ചൊക്കെ പഠിക്കും നമ്മൾ. ഈ സിനിമകളും എല്ലാം കൺമോഹമാണ് സിനിമകളൊക്കെ. നമ്മൾ എന്തുകൊണ്ട് സിനിമ കാണണ്ടെന്ന് പറയുമ്പോൾ എന്നോടൊന്ന് തെറ്റാതെ പറയരുത്. കൺമോഹത്തെ, കണ്ണിനെ തൃപ്തിപ്പെടുത്തുകയാണ് നമ്മൾ. ഞാൻ പറഞ്ഞതിന് അർത്ഥം തെറ്റ്, നിങ്ങളൊന്നും വിചാരിച്ചേക്കാം, എന്നോട് ദേഷ്യം തോന്നരുത്, നിങ്ങൾ എന്നോട് പേടിയാ. അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ണിനെ തൃപ്തിപ്പെടുത്തുകയാണ്. ഇത് എത്ര കണ്ടാലും മതിയാകത്തില്ല. നരകത്തോളം വലിപ്പമുണ്ടെന്നാണ് പറയുന്നത്. ഈ സദൃശവാക്യ വാക്കുണ്ട്, മോഹങ്ങൾക്ക് എന്താ നരകത്തോളം വലിപ്പമുണ്ടെന്ന് ഒരു വാക്യമാണ്, മനോഹരമായ വാക്യമുണ്ട്, എവിടെ എഴുതിയിട്ടുണ്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ കാര്യങ്ങളൊക്കെയാ, ഇത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അടിച്ചു പൊളിക്കുക ലോകം. അതിനപ്പുറം കണ്ടാലുണ്ടല്ലോ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല അല്ലേ. ഒന്നും മിണ്ടിയില്ല. ഉച്ചക്ക് ചോറ് തന്നെ ചിലർക്ക് ചോറ് കിട്ടിയില്ലെങ്കിൽ കലിപ്പാ. ഉച്ചക്ക് ചോറ് തന്നെ വേണം. എന്താ 2 ബ്രെഡുകൾ അത് കഴിച്ചാൽ പോരെ, ഇതിനാണ് വെറുതെ നമ്മൾ ചോറ് അല്ലേ. രാത്രി വീട്ടിൽ വന്നപ്പോൾ ഒന്നുമില്ല, നിനക്കറിയില്ല എനിക്ക് ചോറ് ആവശ്യമാണെന്ന്, ചോറല്ലേ അല്ലേ, ഇനി അവിടെ എന്താ ഉള്ളത് അത് കഴിച്ച് കിടന്നോ അല്ലേ. ഇതുപോലെ നമ്മളകത്ത് നമ്മൾ നാവുമ്മേൽ രുചികൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ പിന്നീട് പഠിക്കാനെ കുറിച്ച് കാലമായിട്ട്. അതുകൊണ്ട് പടം കണ്ടെന്ന് വിചാരിക്കുന്നതൊക്കെ തെറ്റാ. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കയറാൻ വേണ്ടി വെച്ചിരിക്കുക. ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഭക്ഷണത്തിനോടൊക്കെ ആർത്തിയല്ല, ആക്രാന്തോ. ഞാൻ തമാശ പറഞ്ഞതല്ല, ആക്രാന്തവും വേക്രാന്തവും ഒക്കെയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ഡെലിവറൻസ് ആവശ്യം. അവിടെയൊക്കെ നമുക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്. അതൊക്കെ പൈശാചികമാണ്. അതൊക്കെ പിന്നീട് പഠിക്കുക നമ്മളതിനെക്കുറിച്ചൊക്കെ. അതൊരു പൈശാചിക പ്രവൃത്തികൾ. അതെല്ലാം ഓരോന്നായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് മുഴുവൻ ലോകം മുഴുവൻ പിശാച് കയറ്റി വെച്ചിരിക്കുക. ഇല്ലെങ്കിൽ എല്ലാവർക്കും ഇല്ലാത്തവർക്ക് സ്തോത്രം. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഓരോന്നായി പറിച്ച് കളയുക. നമ്മൾ മുള്ളു പോയി പറിച്ച് കളയുക. നമുക്ക് വേദനിക്കും, ഇത് കേൾക്കുമ്പോൾ വേദനിക്കും നമുക്ക്. അയ്യോ, കളയാനൊരു മടി, വേദനിക്കും. എന്നാലും കുഴപ്പമില്ല. അന്ത്യം ഓർക്കുമ്പോൾ ഈ വേദന സാരമില്ല അല്ലേ. ഹൃദയത്തിലെ മോഹങ്ങളെ ഈ ബാല്യം മുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക്. അത് പറിക്കുമ്പോൾ വേദന, പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നും നിങ്ങൾക്ക് അല്ലേ, വേദനിക്കും നിങ്ങൾക്ക്. പക്ഷേ ആ നിത്യത ഓർക്കുമ്പോൾ ദൈവ ആ പാട്ടെടുക്കുള്ളൂ. അതുകൊണ്ട് നിത്യത പാട്ടെടുക്കുള്ളൂ. അപ്പോൾ പാടുമ്പോൾ നമുക്കകത്ത് പറിച്ചാലും അപ്പം തന്നെ ആ മരുന്നൊക്കെ വെച്ച് കെട്ടി അങ്ങോട്ട് ഉണക്കി നമുക്ക് ഇവിടുന്ന് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് സ്നേഹിക്കാം.